അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽ-ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലു സുന്നയുടെ അവസാന ഭാഗത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം നിർത്തിയത് മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഇതിൻ്റെ അവസാന രണ്ട് വരിയും കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഖാല അൽ-ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ولا يحل قتال السلطان ولا الخروج عليه لأحد من الناس فمن فعل ذلك فهو مبتدع على غير السنة والطريق. ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുകയാണ്, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നാം പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരടിസ്ഥാനമാണിത്. കാരണം ജനങ്ങളുടെ വികാരങ്ങളെ പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ കീഴടക്കിക്കൊണ്ട് അവർ ശറഇന്റെ ഈ നിയമങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെ വരുന്നത് ഇന്ന് വളരെ പതിവാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വല യഹില്ലു ഖിതാലു സുൽത്താനി വലൽ ഖുറൂജ് അലൈഹി ലി അഹദിൻ മിനന്നാസ്. ജനങ്ങളിൽ ഒരാൾക്കും തന്നെ മുസ്ലിം ഭരണാധികാരിക്ക് എതിരെ ഇറങ്ങി പുറപ്പെടാൻ അനുവാദമില്ല, അദ്ദേഹത്തെ വധിക്കാനും അനുവാദമില്ല. അത് ഈ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തി ഒരു വേള ഈ ഭരണാധികാരിയേക്കാൾ ഭരിക്കാൻ അർഹനാണെന്ന് തോന്നിയാൽ പോലും, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഭരണാധികാരിക്ക് ചില നിബന്ധനകൾ യഥാർത്ഥത്തിൽ വേണ്ടതുണ്ട്. ഭരണത്തിലേക്ക് വരാൻ ചില നിബന്ധനകൾ അയാൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് അയാൾ ഖുറൈശിയാകുക എന്നുള്ളത്. എന്നാൽ ചില സമയത്ത് അതല്ലാതെ, അല്ല മിക്ക സമയത്തും അതല്ലാത്ത രൂപത്തിൽ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായാലും അയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്കുമേൽ അധികാരമുള്ളത് ഒരു അബിസീനിയൻ അടിമയാണെങ്കിൽ പോലും നീ അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ നിബന്ധന എത്താത്ത ഒരാളാണ്. കാരണം നിബന്ധനയിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് അയാൾ സ്വതന്ത്രനാവുക എന്നുള്ളത്. അടിമയാണ് ഭരിക്കാൻ വന്നതെങ്കിലും അയാളെ കേൾക്കുകയും അനുസരിക്കുകയും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഭരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ഈ പറയുന്ന നിബന്ധനകൾ പൂർത്തിയാക്കാത്ത ആളാണെങ്കിലും വലാ യഹില്ലു ഖിതാലു സുൽത്താൻ, ആ സുൽത്താനെ വധിക്കാൻ പാടില്ല, അനുവദനീയമല്ല. വലൽ ഖുറൂജു അലൈഹി, അയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാനും പാടില്ല. ലി അഹദി മിനന്നാസ്, ജനങ്ങളിൽ ഒരാൾക്കും അത് പാടില്ലാത്തതാണ്. പണ്ഡിതനും അതിനവകാശമില്ല, പാമരനും അതിന് അവകാശമില്ല. ആർക്കും ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ അനുവാദമില്ല എന്ന് മനസ്സിലാക്കണം. ഈ കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ഖുറൂജിന്റെ മറ്റു പല മുഖങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഭരണാധികാരികൾക്കെതിരെ എഴുതി വിടുക എന്നുള്ളത്. മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ ഈ ഒരു വിഷയം, ശരീഅത്തിന്റെ ഈ നിയമം അറിയാത്തത് കൊണ്ട് ചില മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ചില പണ്ഡിതന്മാരെ ആ രാജ്യത്തിന്റെ കൈകാര്യകർത്താക്കൾ, ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവർ പറയും, കണ്ടില്ലേ, അയാൾ മിമ്പറിൽ ഭരണാധികാരിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അയാൾ ജയിലിലടക്കുകയാണ്, ഭരണാധികാരി അക്രമിയാണ് എന്ന ആളുകൾ പറയും. അല്ല, ഭരണാധികാരി യഥാർത്ഥത്തിൽ അക്രമിയാണെങ്കിൽ പോലും അയാൾക്കെതിരെ മിമ്പറിലോ പരസ്യമായോ സംസാരിക്കുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഭരണാധികാരി ശരീഅത്ത് പ്രകാരം, നിയമപ്രകാരം ചെയ്യേണ്ട കാര്യം തന്നെയാണ് അയാളെ പിടിച്ചു വെക്കുക എന്നുള്ളത്. ജനങ്ങളെ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ അനുവദിക്കുക എന്നുള്ളത് ശരീഅത്തിന് എതിർക്കുന്ന കാര്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ ഭരണാധികാരിയോട് പരസ്യമായി അയാളെ വിമർശിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. അതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞത്, ഫമൻ ഫഅല ദാലിക്, ആരെങ്കിലും ഇപ്രകാരം ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ മുബ്തദിഉൻ അലാ ഗൈരി സുന്നത്തി വത്തരീഖ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ നിന്നും തെറ്റിപ്പോയ ബിദ്അത്തിന്റെ ആളുകളാണ് എന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ജമാഅത്തു അൽ ഇഖ്വാനിൽ മുസ്ലിമീൻ, മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ലോകത്ത് പല രൂപത്തിലുള്ള അറബ് വസന്തം എന്ന പേരിലും മറ്റുമൊക്കെ പ്രക്ഷോഭ പരിപാടികൾ നടത്തി മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടി ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ആ വിഭാഗത്തെ പണ്ഡിതന്മാർ അവർ പിഴച്ച ബിദ്അത്തുകാരാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതല്ലാത്ത ഒരുപാട് പിഴവുകൾ അവർക്കുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. പക്ഷെ ദീനിന്റെ നിയമങ്ങൾ അറിയാത്ത മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച ഇത്തരത്തിലുള്ള റിസാലകൾ, കിതാബുകളൊന്നും വായിച്ച് കേട്ട് പരിചയമില്ലാത്ത സാധാരണക്കാർ ഒരുപക്ഷെ അതവർക്ക് തെറ്റായി തോന്നുകയില്ല. ഈജിപ്തിൽ ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഭരണാധികാരി ഇന്ന ആളായിരുന്നു, അയാളുടെ പല പിക്ചറുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾ ഇന്ന മഅസിയത്ത് ചെയ്യുന്നു, ഇന്ന തിന്മ ചെയ്യുന്നു, അയാൾ ഇന്ന തിന്മ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ജനങ്ങളെ ആക്രമിക്കുന്ന വ്യക്തിയാണ് എന്ന വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ചില സമയത്ത് ആ വാർത്ത ശരിയായിരിക്കാം, എന്നാൽ പലപ്പോഴും ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതും ഇവരുടെ രീതിയാണ്. ജനങ്ങളുടെ വികാരം ഇളക്കി വിടുന്നതിന് വേണ്ടി അങ്ങനെയും ഇവർ ചെയ്യാറുണ്ട്. ഇന്ന് സൗദി അറേബ്യയുടെ ഭരണാധികാരികൾക്കെതിരെ അവർ ചെയ്യുന്നത് പോലെ അവിടെ ഇല്ലാത്ത പല കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ മദ്യം വിൽക്കുന്നുണ്ട്, അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടും ഭരണാധികാരികൾക്കെതിരെ അവർ ചെയ്യാറുണ്ട്. എന്നാൽ നാം പറഞ്ഞതുപോലെ ഒരു ഭരണാധികാരിയും തെറ്റുകളിൽ നിന്ന് മുക്തരായ ആളുകളൊന്നുമല്ല. അമ്പിയാക്കളെപ്പോലെ മഅസൂമിങ്ങളോ അല്ലെങ്കിൽ മുൻഗാമികളെപ്പോലെ അങ്ങേയറ്റം തഖ്വയുള്ള ആളുകളോ ആണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവരിൽ തെറ്റുകൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ പോലും അത് ആളുകൾക്ക് ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദീനിന്റെ നിയമങ്ങൾ അറിയാത്ത സാധാരണക്കാർ വിചാരിക്കും, ശരിയല്ലേ, ഭരണാധികാരി കണ്ടില്ലേ, അങ്ങനെയല്ലേ ചെയ്തത്, ഇന്ന തിന്മകളൊക്കെ അവിടെ കൊണ്ടുവന്നില്ലേ, ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ പറയണ്ടേ, അത് പറയൽ ശരിയല്ലേ, അത് പറയുന്നയാളെ പിടിച്ചുകൊണ്ടുപോകുക, അയാളൊരു ഹറമിലെ ഇമാമാണെങ്കിലും ശരി, അയാളെ പോകുക എന്നുള്ളത് അത് ദീനിന്റെ നിയമമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയില്ല. അവർ പലപ്പോഴും വിചാരിക്കും ഈ ഭരണാധികാരി കൂടുതൽ അക്രമിയായി തീർന്നിരിക്കുകയാണ്. തിന്മകൾ ചെയ്യുക വഴി അയാൾ അക്രമിയാണ്, തിന്മകൾ ചെയ്തവനെ പിടിച്ചുകൊണ്ടുപോകുക വഴി അയാൾ വീണ്ടും വലിയ അക്രമിയായിരിക്കുകയാണ്. അല്ല സഹോദരങ്ങളെ, അയാൾ തിന്മ ചെയ്യുന്നവനാണെങ്കിലും ശരി, അയാൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഇത്തരത്തിലുള്ള ഖവാരിജിയൻ ചിന്തകളുള്ള ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ ആഹ്വാനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചിന്തകളുള്ള പണ്ഡിതന്മാരെ പിടിച്ചുവെക്കുകയും അവരെ തുറുങ്കിലടക്കുകയും ചെയ്യുക എന്നുള്ളത്, അവരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ആ ഭരണാധികാരിയുടെ ദൗത്യത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം ഇയാളുടെ സംസാരം കൊണ്ട് ജനങ്ങളെല്ലാം ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ അതിലേറ്റവും വലിയ നഷ്ടം ജനങ്ങൾക്ക് തന്നെയാണ്, അല്ലാതെ ഭരണാധികാരികൾക്കല്ല. ഭരണാധികാരിക്ക് ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെട്ടേക്കാം, അയാൾ മറ്റു വല്ല രാജ്യത്തും പോയി സുഖിച്ച് ജീവിക്കാൻ അയാൾക്ക് സാധിക്കും. കാരണം അയാളുടെ 10 or 20 തലമുറക്ക് ജീവിക്കാനുള്ള പണം അയാളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാക്കും. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ക്രമസമാധാനം ഇല്ലാതായിത്തീരും. എവിടെയും ഒരു സ്വസ്ഥതയില്ല. ആരാണ് ഭരിക്കുന്നത്, എന്താണ് ഇവിടെ നിയമം, ആരാണ് നിയമം നടപ്പാക്കുന്നത്, ഒന്നും അറിയാത്ത അവസ്ഥയിൽ ജനങ്ങൾ നട്ടം തിരിയുന്ന അവസ്ഥ ഈ പറയുന്ന അറബ് വസന്തങ്ങളും അതല്ലാത്ത വസന്തങ്ങളും ഒക്കെ നടന്ന രാജ്യങ്ങളിൽ ഇന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതല്ലാതെ തിയറികളല്ല, ഇത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എത്ര വലിയ അക്രമിയായ ഭരണാധികാരിയാണെങ്കിലും അവിടെ ഒരു ചിട്ടയും ഒരു നിയമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, തോന്നിയതുപോലെയാണ്. നേരത്തെ ഒരക്രമിയായ ഭരണാധികാരിയെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും അക്രമികൾ ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരാണ് കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഖാഇദയുടെ അടിസ്ഥാനത്തിൽ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വളരെ പരമപ്രധാനമായ ഈ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് സലഫികളായ പണ്ഡിതന്മാർ അതിനെതിരെ പറയുമ്പോൾ അവരെ കൊട്ടാരം പണ്ഡിതരെന്നും അവർ ഈ ഭരണാധികാരികളിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ട് ദീനിനെ വളച്ചൊടിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയുമാണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. അവർ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല, ഇറങ്ങിപ്പുറപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത് സഹോദരങ്ങൾ ദീനിന്റെ നിയമം അങ്ങനെ ആയതുകൊണ്ടാണ്. എത്ര ഹദീസുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇക്കൂട്ടർ അത് ചെവിക്കൊള്ളാൻ തയ്യാറല്ല. കാരണം ബിദ്അത്തുകൾ അങ്ങനെയാണ്, തിന്മകൾ അങ്ങനെയാണ്. എല്ലാ തിന്മകളും നാം വിചാരിക്കുന്നത് പോലെ വ്യഭിചരിക്കുക, മോഷ്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല. ചില തിന്മകൾ ഇങ്ങനെയാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആളുകളെ വഴിപേപ്പിക്കുക എങ്ങനെയാണ്? ഒരാൾക്ക് ദീനിനോട് താല്പര്യമുണ്ടെങ്കിൽ അയാളെ വഴിപേപ്പിക്കുക ഗുലൂവിലെത്തിച്ചുകൊണ്ടാണ്, അതിര് കവിച്ചലിൽ എത്തിച്ചുകൊണ്ടാണ്. ദീനിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇത് കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള അയാളുടെ ആത്മരോഷമൊക്കെ ഇളക്കി വിട്ടുകൊണ്ട് അയാൾ ആ രൂപത്തിൽ പിഴപ്പിക്കുക. അങ്ങനെയാണ് ഖവാരിജുകൾ ഉണ്ടായിട്ടുള്ളത്. ഖവാരിജുകൾ നിസ്കരിക്കാത്തവരോ നോമ്പെടുക്കാത്തവരോ അല്ല. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് തന്നെ പറഞ്ഞത്, നിങ്ങൾക്കൊരു പക്ഷെ നിങ്ങളുടെ നിസ്കാരവും നോമ്പും നിസ്സാരമായി തോന്നും അവരുടെ മുന്നിൽ. കാരണം അവർ അത്രയും ജാഹിദീങ്ങളായ ഭൗതിക വിരക്തി കാണിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകുന്നവരായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെയും അവർ പേച്ചുപോയി. എന്നാൽ വേറെ ചിലർ ദുനിയാവിൻ്റെ പളവളപ്പിന് പിന്നാലെ പോയിക്കൊണ്ട് ദീന് കൈയൊഴിഞ്ഞ് അങ്ങനെ ഹറാമുകളിൽ വിരാജിക്കുന്ന ആളുകളും ഉണ്ടാകാം. ഈ രണ്ട് രൂപത്തിലും സഹോദരങ്ങളെ പിഴവുകൾ സംഭവിക്കും. ഇത് രണ്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. ഈ ഒരു കാര്യം വളരെ അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയാൽ ഈ രൂപത്തിൽ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന പണ്ഡിതന്മാർ അതേത് രാജ്യത്തായാലും അവരെ നമ്മൾ കരുതിയിരിക്കുക. അവരിൽ നിന്ന് നമ്മൾ ഒരിക്കലും അറിവ് സ്വീകരിക്കാതിരിക്കുക. കാരണം അവർ ബിദ്അത്തുകാരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽപ്പെട്ടവരല്ല. അവർക്ക് തൗഹീദ് ഉണ്ട് എങ്കിലും ശരി, അവർക്ക് തൗഹീദ് ഉണ്ടെങ്കിലും ശരി, മൊത്തത്തിൽ അവർ സ്വഹാബികളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ശരി, അവർ സലഫികളാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ശരി, അവർക്ക് ഈ ഒരു മൻഹജുണ്ടോ? ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുക, അങ്ങനെ അവർക്കെതിരെ പരസ്യമായി സംസാരിക്കണം എന്ന വാദം അവർക്കുണ്ടോ? അവർ ബിദ്അത്തുകാരാണ്. അവരിൽ നിന്നും ഒരിക്കലും അറിവ് സ്വീകരിക്കാൻ പാടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹം അടുത്ത അധ്യായത്തിൽ പറയുന്നത് സഹോദരങ്ങളെ ഖിതാലുൽ ലുസൂസി വൽ ഖവാരിജി ജായിസുൻ എന്ന വിഷയമാണ്. കള്ളന്മാരെയും ഖവാരിജുകളെയും ഏറ്റുമുട്ടുക, അവരോട് ഏറ്റുമുട്ടുക അനുവദനീയമാണ് എന്നറിയിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നു ഖാല റഹിമഹുല്ലാഹ് വഖിതാലുൽ ലുസൂസി വൽ ഖവാരിജി ജായിസുൻ ഇദാ അറളു ലിർറജുലി ഫീ നഫ്സിഹി വമാലിഹി. ഒരുവന്റെ സമ്പത്ത് അപഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവനെ വധിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടോ കള്ളന്മാരാകട്ടെ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഖവാരിജുകളാകട്ടെ ഇറങ്ങി പുറപ്പെട്ടാൽ അവരോട് മല്ലിട്ട് നിൽക്കുക, ഏറ്റുമുട്ടുക എന്നുള്ളത് നമുക്ക് അനുവദനീയമായ കാര്യമാണ്. ഒരാൾ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്നാൽ, കള്ളനാകട്ടെ ഈ രൂപത്തിലുള്ള ഖവാരിജൻ ചിന്ത കയറിയ തീവ്രവാദികളാകട്ടെ, അവർ നമ്മുടെ സമ്പത്തോ നമ്മളെ തന്നെ കൊല്ലുവാനോ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ കൈകെട്ടി നിൽക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ഫലഹു അൻ യുഖാതില അൻ നഫ്സിഹി വമാലിഹി, തൻ്റെ സമ്പത്തിനും തൻ്റെ ദേഹത്തിനും ഇത് രണ്ടിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അയാളോട് പോരാടാവുന്നതാണ്, അയാളോട് മല്ലിടാവുന്നതാണ്. വയദ്ഫഉ അൻഹാ ബികുല്ലി മാ യഖ്ദിർ, അവന് സാധിക്കുന്ന രൂപത്തിൽ അത് അതിൽ നിന്നും ചെറുത്തു നിൽക്കാവുന്നതാണ്. വലൈസ ലഹു ഇദാ ഫാറഖുഹു ഔ തറഖുഹു അൻ യത്ലുബഹും വലാ യത്ബഅ ആഥാറഹും. എന്നാൽ ഈ നിന്നെ കൊല്ലാൻ വന്ന അല്ലെങ്കിൽ നിന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ വന്ന ഈ കള്ളൻ അയാൾ തിരിച്ചു പോയാൽ അയാൾ അന്വേഷിച്ചുകൊണ്ട് നീ പോകേണ്ടതില്ല. പ്രതികാര നടപടികൾക്ക് വേണ്ടി അയാൾ അന്വേഷിച്ചുകൊണ്ട് അയാളുടെ അഡ്രസ്സ് എടുത്തുകൊണ്ട് അയാളെ പിന്നാലെ നീ കൂടേണ്ടതില്ല. ലൈസ ലി അഹദിൻ ഇല്ലൽ ഇമാമ ഔ ഉലാത്തുൽ മുസ്ലിമീൻ, അതിനുള്ള അധികാരം ഭരണാധികാരികൾക്ക് മാത്രമേ ഉള്ളൂ. നിനക്ക് അയാളോട് ചെറുത്ത് തോൽപ്പിക്കാനുള്ള അധികാരം അയാൾ നിന്റെ അടുക്കലേക്ക് വരുന്ന സമയത്താണ്. അവിടെ നീ അയാളെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് നിനക്ക് അനുവദനീയമാണ്. പക്ഷെ പിന്നാലെ പോയി അയാളെ അന്വേഷിക്കുക എന്നുള്ളത് അത് നീ ചെയ്യണ്ട.
അത് ഭരണാധികാരിയാണ് ചെയ്യേണ്ടത്. വഇന്നമാ ലഹു അയ്യദ്ഫഅ അൻ നഫ്സിഹി ഫി മഖാമിഹി ദാലിക്, അവന്റെ ആ സ്ഥലത്ത് നിന്ന് അവന് ചെറുത്തു നിൽപ്പ് നടത്താം. വയൻവി ബിജുഹ്ദിഹി അല്ലാ യഖ്തുല അഹദ, അവനോട് ചെറുത്തു നിൽപ്പ് നടത്തുന്ന സമയത്ത് ഒരാളെയും കൊല്ലണമെന്നുള്ള ഉദ്ദേശം അവൻ ആദ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഫഇൻ മാത അലാ യദൈഹി ഫി ദഫ്ഇഹി അൻ നഫ്സിഹി ഫിൽ മഅറക ഫഅബ്അദഹു അല്ലാഹു അൽ മഖ്തൂൽ, എന്നാൽ ഈ ചെറുത്തു നിൽപ്പിനിടയിൽ ആക്രമിക്കാൻ വന്ന വ്യക്തി തന്നെ ഈ ചെറുത്തു നിന്ന വ്യക്തിയുടെ കയ്യാൽ മരണപ്പെട്ടു പോയാൽ, അതായത് അക്രമിയാണ് മരണപ്പെട്ടു പോയത്, അക്രമിയാണ് വന്ന കള്ളനാണ് മരണപ്പെട്ടു പോയത് എങ്കിൽ ഫഅബ്അദഹു അല്ലാഹു അൽ മഖ്തൂൽ, ആ കൊല്ലപ്പെട്ട അക്രമി അള്ളാഹു അകറ്റിക്കളയട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റിക്കളയട്ടെ. വഇൻ ഖുതില ഹാദാ ഫി തിൽകൽ ഹാൽ, എന്നാൽ ആ ഗൃഹനാഥനാണ്, ആ വീട്ടുകാരനാണ്, അയാളാണ് മരണപ്പെട്ടതെങ്കിൽ വഹു യദ്ഫഉ അൻ നഫ്സിഹി വമാലിഹി, അവന്റെ സമ്പത്തിനു വേണ്ടിയും അവന്റെ ശരീരത്തിനു വേണ്ടിയും പോരാടുന്നതിനിടയിൽ ഇയാളാണ് മരണപ്പെട്ടത് പോയത്, അക്രമി ഇയാളെ വധിച്ചു കളഞ്ഞു, ഈ ഖവാരിജ് ഇയാളെ വധിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ കള്ളൻ വധിച്ചു കളഞ്ഞു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നു, റജൗതു ലഹു അശ്ശഹാദ, അവൻ ഷഹീദാണ് എന്നാണ് ഞാൻ അവനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. കമാ ജാഅ ഫിൽ അഹാദീസ് വജമീഇൽ ആസാരി ഫി ഹാദാ ഇന്നമാ ഉമിറ ബിഖിതാലിഹി, ഹദീസുകളിൽ വന്നതുപോലെ എല്ലാ ഹദീസുകളിലും വന്നിട്ടുള്ളത് അവനോട് മല്ലിടുക എന്നുള്ള വിഷയമാണ്, അവനോട് ഏറ്റുമുട്ടുക എന്നുള്ള വിഷയമാണ്. വലം യുഅ്മർ ബിഖത്ലിഹി വലത്തിബാഇഹി വല യുജീസു അലൈഹി ഇൻ സുരിഅ ഔ കാന ജരീഹ, ഒരു ഹദീസിലും ഇങ്ങനെ നിന്നെ കീഴ്പ്പെടുത്താൻ വന്ന, നിന്റെ വസ്തുക്കൾ മോഷ്ടിക്കാൻ വന്നവനെ കൊല്ലാൻ വേണ്ടി ഒരു ഹദീസിലും വന്നിട്ടില്ല. അതുപോലെ അവനെ പിന്തുടർന്നുകൊണ്ട് അവനെ വധിക്കാൻ, ഒരു വേള അവൻ ബോധരഹിതനായി വീഴുകയോ അല്ലെങ്കിൽ പരിക്കേറ്റ നിലയിൽ അവിടെ അവശേഷിക്കുകയോ ചെയ്താൽ ആ സമയത്ത് തക്കം പാർത്ത് നീ അവനെ കൊല്ലേണ്ടതില്ല, നീ നിന്റെ കാര്യം രക്ഷപ്പെടുക എന്നുള്ളതാണ്. വഇൻ അഖദഹു അസീറൻ ഫലൈസ ലഹു അൻ യഖ്തുല, തടവുകാരനായി അവനെ കൊണ്ടുവന്നാൽ അപ്പോഴും നീ അവനെ കൊല്ലാൻ പാടില്ല. വല യുഖീമ അലൈഹിൽ ഹദ്, നിങ്ങൾ കുറച്ച് ആളുകൾ കൂടിയിട്ട് അയാൾക്കെതിരെ ഹദ് നടപ്പാക്കാൻ പാടില്ല, ഇസ്ലാമിക ശിക്ഷാ നടപടി നിങ്ങൾ നടപ്പാക്കാൻ പാടില്ല. വലാകിൻ യർഫഉ അംറഹു ഇലാ മൻ വല്ലാഹുല്ലാഹ് ഫയഹ്കുമു ഫീ, അല്ലാഹു അധികാരമേൽപ്പിച്ച ഭരണാധികാരിയുടെ അടുക്കലേക്ക് നിങ്ങൾ കാര്യം വിടുക. ഫയഹ്കുമു ഫീ, അയാളാണ് കാര്യം തീരുമാനിക്കുക. ഇതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങൾ, എത്ര മനോഹരമാണ് ഇസ്ലാമിക വിശ്വാസം. ഇത്തരം കാര്യങ്ങളിൽ എത്ര കൃത്യമായാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെന്ന് നോക്കണം. ഒരു ഖവാരിജ് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള മോഷ്ടാക്കൾ, കള്ളന്മാർ നമ്മെ പോക്കറ്റടിക്കാനോ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ അപഹരിക്കാനോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇസ്ലാമിൽ അത് നോക്കി നിൽക്കണമെന്നോ അതല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കണമെന്നോ അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് നമുക്ക് അയാളെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെങ്കിൽ സാധിക്കുന്ന രൂപത്തിൽ കീഴ്പ്പെടുത്തണം. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു, അവനെ കീഴ്പ്പെടുത്തേണ്ടത് ഏറ്റവും ചെറിയ മാധ്യമം ഉപയോഗിച്ചാണ് ആദ്യം തുടങ്ങേണ്ടത്. ഇപ്പൊ ഒരാളെ കൈകൊണ്ട് ഉന്തിയാൽ അയാൾ പോകുമെങ്കിൽ അങ്ങനെ നീ ചെയ്യണം, അവിടെ നീ വടിയെടുക്കേണ്ടതില്ല. ഇനി വടിയെടുത്താൽ അയാൾ പോകുമെങ്കിൽ വടിയെടുത്തുകൊണ്ട് അയാൾ അകറ്റിക്കളയണം, അവിടെ നീ വാളെടുക്കേണ്ടതില്ല. ഇനി വാളെടുത്താലേ അയാളെ കീഴ്പ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ അയാൾക്ക് അനുവദനീയമാണ്. അത് ഏത് രാജ്യത്തെ നിയമവും അത് അനുവാദം നൽകുന്ന കാര്യമാണ്. ഒരാളുടെ സ്വത്ത് മൊത്തം അപഹരിക്കാൻ ഒരു കള്ളൻ വന്നു, അല്ലെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താൻ, അയാളെ കുടുംബത്തെ അപഹരിക്കാൻ ഒരു കള്ളൻ വന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്താമെന്നുള്ളത് എല്ലാ രാജ്യവും അംഗീകരിക്കുന്ന ഒരു നിയമം കൂടിയാണ്. കാരണം അത് ബുദ്ധിക്ക് യോജിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അയാൾക്ക് പോരാടാവുന്നതാണ്. ഇങ്ങനെയുള്ള ഈ പോരാട്ടത്തിൽ ഇവിടെ പറയുന്നു, ഒരിക്കലും മറ്റവനെ കൊല്ലണമെന്ന ഉദ്ദേശം നിനക്കുണ്ടാകരുത്. ഒരു മോഷ്ടാവ് വന്നു കഴിഞ്ഞാൽ കള്ളനെ വേഗം പിടിച്ച് കൊല്ലുക എന്നുള്ളതല്ല. ചെറിയ ശിക്ഷ കൊണ്ട് അവനെ അകറ്റാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് നീ നോക്കേണ്ടത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ വലിയ ശിക്ഷകൾ അവനെടുക്കാം. സാധിക്കുന്നത് പോലെ അവനോടുള്ള ചെറുത്തുനിൽപ്പ് നടത്താം. ഈ പോരാട്ടത്തിനിടയിൽ, ഈ ഏറ്റുമുട്ടലിനിടയിൽ ഈ ഗൃഹനാഥൻ അയാൾ പെട്ടുപോവുകയാണെങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹദീസിന്റെ പിൻബലത്തിൽ പറഞ്ഞതാണ്. ഇനി ആ അക്രമിയാണ് അവിടെ മരണപ്പെടുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് കുറ്റമില്ല. ഇയാളുടെ കയ്യാലാണ് കൊല്ലപ്പെട്ടത് എങ്കിലും അയാൾക്ക് കുറ്റമില്ല. പക്ഷെ നാം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ അയാളെ കൊല്ലണമെന്നുള്ള ചിന്തയാകാൻ പാടില്ല നിനക്ക്. അവസാന ഘട്ടത്തിൽ അവൻ എന്നെ കൊല്ലുമെന്നായാൽ, അവൻ എൻ്റെ ഭാര്യയെ കൊല്ലുമെന്നായാൽ
അവൻ എൻ്റെ മക്കളെ കൊല്ലുമെന്നായാൽ അവന് വേറെ വഴിയില്ല. അവൻ ആ സമയത്ത് അനുവദനീയമാണ് അവനെ ഇല്ലാതാക്കുക എന്നുള്ളത്. ദീനുൽ ഇസ്ലാം അവന് അനുവാദം നൽകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുത്തില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. ആരെങ്കിലും തന്റെ സമ്പത്തിന് വേണ്ടി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫഹുവ ഷഹീദ്. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലായിരിക്കാം, സ്വർണമായിരിക്കാം, ആഭരണങ്ങളായിരിക്കാം. കള്ളൻ മോഷ്ടിക്കാൻ വന്ന സമയത്ത് അവൻ അതിനെതിരെ പോരാടി അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പോരാട്ടം നടത്തി അയാൾ അവിടെ വെച്ച് മരണപ്പെടുകയാണ് എങ്കിൽ ഫഹുവ ഷഹീദ്, അവന് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. മൻ ഖുത്തില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. തന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും അപ്രകാരം കൊല്ലപ്പെട്ടാൽ ഫഹുവ ഷഹീദ്, അവന് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഇനി ഖവാരിജുകളുടെ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ്. ഖവാരിജുകൾ അവർക്കെതിരെ പോരാടുക എന്നുള്ളത് ഇസ്ലാം അനുശാസിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഭരണാധികാരിയുടെ കീഴിലായിരിക്കണം വേണ്ടത്. ഇന്ന് സൗദി അറേബ്യയും അതുപോലെയുള്ള മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുമെല്ലാം തന്നെ ദാഇഷിനെ പോലെയുള്ള ISIS പോലെയുള്ള ഖവാരിജുകൾക്കെതിരെ പോരാടാൻ വേണ്ടി കൈകോർത്തത് അതിന്റെ ഭാഗമാണ്. അത് ഇസ്ലാമിന്റെ നിയമമാണത്. ഖവാരിജുകളെ കൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ കാലത്ത് ഖവാരിജുകൾ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇറങ്ങി പുറപ്പെടാൻ മാത്രം ഒരു സംഘമായി ഖവാരിജുകൾ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അറിയിച്ചിട്ടുള്ളത്, അവരെങ്ങാനും ഞാൻ കണ്ടുമുട്ടുമായിരുന്നെങ്കിൽ ഞാൻ അവരെ കൊല്ലപ്പെടുത്തും. സഹാബികളോട് അവരെ കണ്ടുമുട്ടിയാൽ കൊല്ലപ്പെടുത്താൻ കൽപ്പിക്കുകയും ചെയ്തു. അവരെ കൊല്ലുന്നവരാണ് ഏറ്റവും ഖൈറുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചു. അവരാൽ കൊല്ലപ്പെടുന്നവരാണ് ഖൈറുള്ളവർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചു. അവരുടെ വിഷയത്തിൽ ഒരു വറഅ് കാണിക്കുക, സൂക്ഷ്മത കാണിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. ഇതുപോലെയുള്ള ദാഇഷിനെ പോലെയുള്ള ISIS പോലെയുള്ള അൽ ഖായിദയെ പോലെയുള്ള ആളുകളെ, സഹോദരങ്ങളെ, അവർക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ പോരാടുകയും അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക, അവർ ദീനാണ് നടപ്പാക്കുന്നത്. ഈ രാജ്യങ്ങൾ കേവലം വരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമല്ല, മറിച്ച് അത് ദീനാണ്. ഇത്തരത്തിലുള്ള ഖവാരിജുകളെ ഇല്ലാതാക്കി കളയുക, അതിനു വേണ്ട എല്ലാ മാർഗങ്ങളും ഒരുമിക്കുക, വേണമെങ്കിൽ ചില കാഫിറുകളായ രാജ്യങ്ങളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അത് ദീൻ തന്നെയാണ്. ഒരിക്കലും ദീനിന് എതിരായിട്ടുള്ള കാര്യമല്ല. കാരണം അവർ ഏറ്റവും വലിയ ഷർറുള്ള ആളുകളാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ നിലക്കും ഇവരെ കൊണ്ട് ഉപദ്രവമല്ലാതെ ഒരു ഉപകാരവും അവർക്കൊണ്ടില്ല. അവരെ കൊണ്ട് ഒരു ഉപകാരവും മുസ്ലിമീങ്ങൾക്ക്, സഹോദരങ്ങൾ, ഇല്ല. അതുകൊണ്ട് അവരെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം അവർ കുഫാറുകളല്ല. അവർക്ക് ഖിലാഫുണ്ട്, ഉലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള കാര്യമാണ്. ഖവാരിജുകൾ മുസ്ലിമീങ്ങളാണോ അതല്ല കാഫിറുകളാണോ എന്നുള്ളത്. ISIS പോലെയുള്ള ദാഇഷിനെ പോലെയുള്ള ആളുകൾ മുസ്ലിമീങ്ങളാണോ അതല്ല കാഫിറുകളാണോ എന്നുള്ളത് ഒറ്റ അഭിപ്രായമല്ല, രണ്ടഭിപ്രായമുണ്ട്. മുൻഗാമികളിൽ തന്നെ ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ കാഫിറുകളാണെന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. ആധുനിക കാലത്തുള്ള ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ കാഫിറുകളാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ്. പക്ഷെ വല്ലാഹു ആലം ഭൂരിഭാഗം പണ്ഡിതന്മാരും അവർ കാഫിറുകളല്ല എന്നാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സലഫി ഉലമാക്കളുടെ നീതിബോധം നിങ്ങൾ നോക്കണം. ഇവരേറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഈ സലഫി പണ്ഡിതന്മാരാണ്. അവർക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഒറ്റ ഫത്വയിൽ എല്ലാവരും കാഫിറുകളാണെന്ന് പറയാം. പക്ഷെ അവർ അങ്ങനെയല്ല, വികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല വിധികൾ പറയാറുള്ളത്. മറിച്ച് ദീനിന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവർ കാഫിറുകളാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അവരേറ്റവും പിഴച്ച മുബ്തദികളാണ് എന്ന്, പിഴച്ച വിശ്വാസക്കാരാണ് എന്ന് പറയാം. അതാണ് ഏറ്റവും ശരിയായി മനസ്സിലാക്കുന്നത്. എന്നാൽ അവരെ കൊലപ്പെടുത്തുന്ന സമയത്ത് സഹോദരങ്ങളെ മറ്റു കുഫാറുകളെ പോലെയല്ല. അവരിൽ നിന്നും ഗനീമത്ത്, സ്വത്തോ മറ്റോ ഒന്നും തന്നെ അവരിൽ നിന്ന് എടുക്കാൻ പാടില്ല. കാരണം അവർ മുസ്ലിമീങ്ങളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജാണ്, അടിസ്ഥാനമാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ കീഴിലുള്ളവർ എതിരെ പുറപ്പെടുക എന്നുള്ളത് അത് അനുവദനീയമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള ഖവാരിജുകളുടെ എതിരെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശേഷം സഹോദരങ്ങൾ, അടുത്ത വിഷയം അദ്ദേഹം പറയുന്നത്, വലാ നഷ്ഹദു അലാ അഹദിൻ മിൻ അഹ്ലിൽ ഖിബ്ലതി ബിഅമലിൻ യഅമലുഹു ബിജന്നത്തിൻ വലാ നാർ. അഹ്ലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് നിന്ന് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളെയും
അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വർഗമുണ്ടെന്നോ നരകമുണ്ടെന്നോ എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയില്ല, നമ്മൾ വിധി പറയുകയില്ല. നർജു ലിസ്സാലിഹി വനഖാഫു അലൈഹി, സ്വർഗമുണ്ട്, സാലിഹായ ഒരു വ്യക്തിക്ക് സ്വർഗമുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതോടൊപ്പം അയാൾക്കത് ലഭിക്കാതായി പോകുമെന്ന് നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്നു. വനഖാഫു അലൽ മുസീഇൽ മുദ്നിബ് വനർജു ലഹു റഹ്മത്തല്ലാഹ്, അതുപോലെ തന്നെ ഒരു പാപിക്ക് നരകം കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഭയപ്പെടുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമെന്ന് അയാളിൽ പ്രതീക്ഷയും വെക്കുന്നു. ഒരാൾ തിന്മ ചെയ്യുന്ന കാണുന്ന മുറക്ക് അയാൾ നരകത്തിലാണ് എന്ന് നമ്മൾ പറയുകയില്ല. ഒരാൾ നല്ല നന്മകൾ ചെയ്യുന്നു എന്ന കാരണത്താൽ അയാൾ സ്വർഗത്തിലാണ് എന്നും നമ്മൾ പറയുകയില്ല. ഇതാണ് സഹോദരങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള അടിസ്ഥാനം. നമ്മൾ ആളുകളെ അയാളുടെ ലാഹിറാണ്, അയാളുടെ ബാഹ്യം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ പരിഗണിക്കുക. ആരെങ്കിലും ഇസ്ലാം ബാഹ്യമായി കാണിക്കുന്നു, അവൻ മുസ്ലിമാണ്, മുസ്ലിമീങ്ങളുടെ കൂടെയാണ്, അവൻ ബാഹ്യമായി അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ അവൻ മുനാഫിഖായിരിക്കാം, ഇസ്ലാമിക വിശ്വാസം അവന്റെ ഹൃദയത്തിൽ എത്തിയിട്ടുണ്ടാവുകയില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവനോടുള്ള ഇടപാടുകൾ മുസ്ലിമിനോടുള്ള ഇടപാടായിരിക്കും. കാരണം നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നമുക്ക് നോക്കാൻ സാധിക്കുകയില്ല. അവന്റെ വിഷയത്തിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ തീരുമാനമെടുക്കുക. എന്നാൽ ഒരാൾ കുഫറാണ് അയാളുടെ ബാഹ്യമായിട്ടുള്ളത് എങ്കിൽ, ഇവിടെയുള്ള പല രൂപത്തിലുള്ള വിശ്വാസികളുണ്ട്, കുഫറൻ വിശ്വാസികളായ മറ്റ് ഇതര മതവിശ്വാസികളുണ്ട്. അവരുടെ വിഷയത്തിലും നമ്മൾ അസ്ൽ അവർ കാഫിറുകളാണ്, നിഷേധികളാണ് എന്ന് തന്നെയായിരിക്കും നമ്മൾ പറയുക. എന്നാൽ അവർ ഇന്നയാൾ നരകത്തിലാണ്, ഇന്നയാൾ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ സഹോദരങ്ങളെ നമുക്കത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്? കാരണം മുസ്ലിം എത്ര നന്മകൾ ചെയ്താലും അവൻ എന്തെങ്കിലും നമ്മളറിയാത്ത തിന്മകളുണ്ടോ എന്ന് നമുക്കറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയുക. കാഫിറുകളുടെ വിഷയത്തിൽ എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒരു വ്യക്തി ഇന്ന് അയാൾ നരകത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അയാൾക്ക് വേണമെങ്കിൽ മുസ്ലിം ആകാനുള്ള അവസരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അവസാന ഘട്ടത്തിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മുസ്ലിമായ ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് എത്ര വലിയ അക്രമിയാണെങ്കിൽ പോലും ഇയാൾ നരകത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഒരു പക്ഷേ അയാൾ അങ്ങനെ ആകണം എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ആഗ്രഹിക്കും, കാരണം അത്രയും വലിയ ളാലിമായിരിക്കും. നമ്മുടെ വികാരമാണ്. പക്ഷെ ശർഅന്റെ കാഴ്ചയിലൂടെ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും തന്നെ നമുക്ക് അയാൾ നരകത്തിലാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരാൾ കുഫറിലാണ് മരണപ്പെട്ടത് എന്ന് നമുക്ക് വളരെ വ്യക്തമായാൽ അയാളെക്കുറിച്ച് പറയാമെന്നാണ്. അബൂ താലിബിനെ കുറിച്ച് നരകത്തിലാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. കാരണം അയാളുടെ അന്ത്യം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. അയാൾക്കിനി മറ്റൊരു അന്ത്യമില്ല. മരിക്കുന്നതിന്റെ അവസാനം ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ കുഫ്രൻ വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. നരകത്തിലാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാൽ ഇന്ന ആളുകളെല്ലാം സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് സ്വർഗാവകാശികളാണ് എന്ന് ഉറപ്പിച്ചു പറയാം. യാതൊരു സംശയം അതിൽ വേണ്ടതില്ല. അൽ അശറത്തുൽ മുബശ്ശിറൂന ബിൽ ജന്ന പോലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളുണ്ട്. അതിൽപ്പെട്ടവരാണല്ലോ ഖുലഫാഉർ റാഷിദീങ്ങളായ 4 പേര്. ഇനി അതിനു പുറമെയും ആളുകൾ സ്വർഗത്തിലാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഈ 10 ആളുകളുടെ കൂട്ടത്തിലില്ല, അദ്ദേഹം സ്വർഗത്തിലാണ്. ഹസനും ഹുസൈനും നാം നേരത്തെ പറഞ്ഞു, അവർ 2 പേരും ഈ കൂട്ടത്തിലില്ല, പക്ഷെ അവർ സ്വർഗത്തിലാണ്, യുവാക്കളുടെ നേതാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനേകം ഉക്കാശത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വർഗത്തിലാണ്, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. വേറെയും ധാരാളം പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ അവർ പ്രവേശിക്കുമെന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ആരെല്ലാം അറിയിച്ചു തന്നു അവരെല്ലാം സ്വർഗത്തിലാണ് നമുക്ക് പറയാം. അതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ടതില്ല. അതുപോലെ ആരെല്ലാമാണോ നരകത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നത്, ഖുർആനിലൂടെ അറിയിച്ചു തന്നത്, അവരെല്ലാം നരകത്തിലാണ്. ഫിർഔൻ നരകത്തിലാണ്, അബൂ ലഹബ് നരകത്തിലാണ്, അബൂ ജഹൽ നരകത്തിലാണ്. അതിലൊന്നും നമുക്ക് സംശയം ആവശ്യമില്ല. കാരണം അതെല്ലാം ശറഅ് കൊണ്ട് സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. അതല്ലാത്ത ഏതെങ്കിലും ഒരു കാഫിർ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് മരിച്ചാൽ ഉടനെ നമുക്ക് നരകത്തിലാണെന്ന് പറയാൻ സാധിക്കാത്തത് അവന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ്. എന്നാൽ അന്ത്യം എങ്ങനെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായാൽ യാതൊരു സംശയവും വേണ്ട, അവൻ നരകത്തിലാണ് എന്ന് യാതൊരു സംശയവും വേണ്ട. എന്നാൽ സഹോദരങ്ങളെ, പൊതുവായി മുഅ്മിനുകൾ സ്വർഗത്തിലും കാഫിറുകൾ നരകത്തിലുമാണ് എന്നുള്ളതിൽ നമ്മൾ എന്ന് പറയുന്നതിൽ നമ്മൾ മടിക്കേണ്ടതില്ല. അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. മുഅ്മിനീങ്ങൾ വിശ്വാസികൾ സ്വർഗത്തിലായിരിക്കും,
കാഫിറുകളെല്ലാം തന്നെ നരകത്തിലായിരിക്കും എന്ന് പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വൻപാപികളായ ആളുകളുണ്ടെങ്കിലും അവരുടെ വിഷയത്തിൽ നമ്മൾ അവരെല്ലാവരും നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്നവരല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ മഗ്ഫിറത്ത് അവിടെയുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അങ്ങനെ എത്ര വലിയ തിന്മ ചെയ്തവനാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചവനാണെങ്കിൽ, ശിർക്ക് ചെയ്യാത്തവൻ, കുഫ്ർ ചെയ്യാത്തവൻ, അള്ളാഹു ഉദ്ദേശിച്ചവനാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കാനാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മുവഹിദീങ്ങളെ കുറിച്ച് പോലും നമുക്ക് കൃത്യമായി ഇന്നയാൾ സ്വർഗത്തിലാണ്, ഇന്നയാൾ നരകത്തിലാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹം അതിന്റെ തുടർച്ച തന്നെ പറയുന്നു, വമൻ ലഖിയല്ലാഹ ബിദംബിൻ തജിബു ലഹു ബിഹിന്നാറു തായിബൻ ഗൈറ മുസിറിൻ അലൈഹി ഫഇന്നല്ലാഹ യതൂബു അലൈഹി വയഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്. അദ്ദേഹം പറയുകയാണ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുകയാണ്, അവൻ തിന്മകൾ ചെയ്തവനാണ്, ആ തിന്മകളാകട്ടെ നരകം അവൻ ഉറപ്പാക്കുന്ന തിന്മകളാണ്, പക്ഷെ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് തായിബൻ ഗൈറ മുസിറിൻ അലൈഹി, അവൻ തൗബ ചെയ്തിട്ടുണ്ട്, അള്ളാഹു തആലയോട് തൗബ ചെയ്തിട്ടുണ്ട്, ആ തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നില്ല, തിന്മകളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. ഫഇന്നല്ലാഹ യതൂബു അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. വയഖ്ബലു തൗബത അൻ ഇബാദിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. വയഅഫു അനിസ് സയ്യിആത്ത്, അവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു തആല അഫു ചെയ്തു കൊടുക്കുന്നവനാണ്, മാപ്പാക്കി കൊടുക്കുന്നവനാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അവൻ തൗബ അതിൻ്റെ എല്ലാ നിബന്ധനകളോടുകൂടി പാലിക്കണം. ഒരാൾ നിബന്ധനകളോടുകൂടി തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അവൻ ആ വാഗ്ദാനം ലംഘിക്കുകയില്ല. പക്ഷെ നമ്മുടെ തൗബ അത് നിബന്ധനകളോടുകൂടിയുള്ള തൗബയായിരിക്കണം എന്നു മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന തൗബയായിരിക്കണം എന്ന് മാത്രം. അതിനെന്തു വേണം? നിബന്ധനകളോടുകൂടിയുള്ള തൗബ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇഖ്ലാസോടുകൂടി ആയിരിക്കണം അവൻ തൗബ ചെയ്യുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടി ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖൽബിൽ തട്ടി ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അവൻ ആ പാപത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കേണ്ടതുണ്ട്. ആ പാപം ചെയ്തുകൊണ്ടിരിക്കെ തൗബ ചെയ്യുക എന്നുള്ളത് ആ തൗബ നസൂഹായ തൗബയല്ല, അത് അള്ളാഹു സ്വീകരിക്കുന്ന തൗബയല്ല. പാപത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കേണ്ടതുണ്ട്. മൂന്നാമത്, ആ പാപത്തിൽ നിന്നും അവന് ഖേദമുണ്ടാകേണ്ടതുണ്ട്. തൗബയുടെ അടിസ്ഥാനം തന്നെ, അതിന്റെ റൂഹ് തന്നെ, അതിന്റെ ആത്മാവ് തന്നെ അന്നതമാണ്. ഖേദമുണ്ടാകണം. ചെയ്തു പോയതിൽ യാതൊരു കുറ്റബോധവും ഇല്ലെങ്കിൽ അത് തൗബയല്ല. ചെയ്തതിൽ അവന് അങ്ങേയറ്റത്തെ കുറ്റബോധം ഉണ്ടാകണം, നിരാശ ഉണ്ടാകണം, ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവൻ തൗബ ചെയ്യേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, അതിലേക്ക് മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് തൗബ ചെയ്യേണ്ടത്. തിന്മകൾ പിന്നീട് സംഭവിച്ചേക്കാം, പക്ഷേ തൗബ ചെയ്യുന്ന സമയത്ത് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന നിയത്തോടു കൂടിയാണ് അവൻ തൗബ ചെയ്യേണ്ടത്. അല്ലാഹു തആലക്ക് ഹൃദയം കൃത്യമായിട്ട് അറിയാം. റമളാനിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത്, തൗബ ചെയ്യുന്ന സമയത്ത്, റമളാൻ കഴിഞ്ഞാൽ തുടങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരാൾ ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എങ്കിൽ ആ തൗബ ശരിയായിട്ടില്ല. കാരണം അവന് ഹൃദയത്തിൽ തന്നെയുണ്ട് റമളാൻ കഴിഞ്ഞാൽ ഇത് തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ന സമയം കഴിഞ്ഞാൽ ഇത് തുടങ്ങണം. സഹോദരങ്ങൾ, അത് തൗബയായി തീരുകയില്ല. അസ്തഗ്ഫിറുല്ലാ എന്ന് നാവ് കൊണ്ട് പറഞ്ഞതായില്ല, ഹൃദയത്തിൽ അതിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന ആത്മാർത്ഥ ചിന്തയോടുകൂടിയാണ് തൗബയെങ്കിൽ അല്ലാഹു തആല അത് പുറത്തു തരുന്നതാണ്. പിന്നീട് അവന് പാപങ്ങൾ സംഭവിച്ചു, പിന്നീടും അവൻ ഇതുപോലെ ഒരിക്കലും ചെയ്യുകയില്ല എന്ന നിയത്തോടുകൂടി തൗബ ചെയ്തു, അതും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. എത്രയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. പക്ഷേ നിയത്ത് അങ്ങനെ ആയിരിക്കണം, ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല എന്നായിരിക്കണം. അഞ്ചാമത്തെ നിബന്ധന, ആ തൗബ മരണത്തിന് മുമ്പായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. അവന്റെ ഹൃദയത്തിൽ നിന്ന്, അവന്റെ തൊണ്ടക്കുഴിയിൽ നിന്നും റൂഹ് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവൻ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കുകയില്ല. അവൻ ചെയ്യാൻ സാധിക്കും, നാവുകൊണ്ട് പറയാൻ സാധിക്കും, മരണം മുന്നിൽ കാണുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ സാധിക്കും, പക്ഷെ ആ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സൂര്യൻ
പടിഞ്ഞാറുദിക്കുന്ന സമയത്തും ഒരാൾ തൗബ ചെയ്താൽ ആ തൗബക്ക് അവസരമില്ല. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണല്ലോ. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ട അവസാനത്തെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് സൂര്യൻ പടിഞ്ഞാറുദിക്കുക എന്നുള്ളത്. അത് ഉദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ തർക്കമൊന്നും ഉണ്ടാവില്ല. കാഫറുകൾക്കോ തിന്മകൾ ചെയ്യുന്നവർക്കോ ആർക്കും തർക്കം ഉണ്ടാവില്ല. എല്ലാവരും വിശ്വസിക്കാൻ തയ്യാറായിരിക്കും. എല്ലാവരും തയ്യാറായിരിക്കും. ജൂതനും മനസ്സിലാകും, നസ്രാണിക്കും മനസ്സിലാകും, മതമില്ലാത്തവനും മനസ്സിലാകും, എല്ലാ മതവിശ്വാസികൾക്കും മനസ്സിലാകും ഇസ്ലാം ആയിരുന്നു ശരി എന്നുള്ളത്. അവർ പറഞ്ഞതുപോലെയാണ് കാര്യമെന്ന് മനസ്സിലാകും. പക്ഷേ ആ സമയത്ത് ഞാൻ മുഅ്മിനായിരിക്കുന്നു, ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല. കാര്യം കഴിഞ്ഞു, പരീക്ഷണം അവിടെ അവസാനിക്കുകയാണ്. ഇനി വിഷയമില്ല, എല്ലാം കഴിഞ്ഞു, തീരുമാനമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻഖതി തൗബ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹ. തൗബ മഗ്രിബിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും സൂര്യൻ ഉദിക്കുന്നത് വരെയും തൗബ മുറിയുകയില്ല. അതുവരെയും തൗബയുണ്ട്. ഉദിച്ചു കഴിഞ്ഞാൽ തൗബയില്ല എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ശിക്ഷ ഇറങ്ങിയാലും തൗബയില്ല എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വരുന്ന സമയത്ത് അപ്പോൾ തൗബ ചെയ്താലും സ്വീകരിക്കുകയില്ല എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഫലമ്മാ റഔ ബഅസനാ, എന്റെ ശിക്ഷ കണ്ട സമയത്ത് ഖാലു ആമന്നാ ബില്ലാഹി വഹ്ദഹ, ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ പങ്കുചേർത്ത മുഴുവനിലും ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. ഫലം യകു യൻഫഉഹും ഈമാനുഹും ലമ്മാ റഔ ബഅസന, നമ്മുടെ ശിക്ഷ കാണുന്ന സമയത്തുള്ള അവരുടെ ആ വിശ്വാസം അത് അവർക്ക് ഉപകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാം നേരത്തെ ഫിർഔന്റെ ചരിത്രം കേട്ടിട്ടുണ്ട്. ഫിർഔനും ഇതുപോലെ കടലിൽ മുങ്ങി മരിക്കാൻ സമയത്ത് അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറഞ്ഞവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ ഫഅത്ബഅഹും ഫിർഔൻ, ബനു ഇസ്രായേൽകാരിത ആ കടല് കിടക്കുന്ന സമയത്ത്, അത് മുറിച്ചു കിടക്കുന്ന സമയത്ത്, ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദ്വ, ധിക്കാരത്തോടുകൂടി ഫിർഔനും കൂട്ടരും അവരുടെ പിന്നാലെ പിന്തുടർന്നു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, അങ്ങനെ ആ ബഹറിൽ, ആ കടലിൽ അവർ മുങ്ങി മരിക്കുന്ന സമയത്ത് ഖാല, ഫിർഔൻ പറഞ്ഞ വാക്കാണ്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലുകാർ വിശ്വസിച്ച അല്ലാഹുവിലിതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, മറ്റു ആരാധനക്കർഹനായി ആരുമില്ല, അല്ലാഹു തആല മാത്രമാണ്. വഅന മിനൽ മുസ്ലിമീൻ, അവൻ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ്, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് ഫിർഔൻ പറഞ്ഞു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചില്ല. കാരണം അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങിയാൽ പിന്നീടുള്ള തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതല്ലാത്ത സമയത്ത് സഹോദരങ്ങളെ, സംഭവിക്കുന്ന ഏതൊരു തിന്മക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരും. ശിർക്കാകട്ടെ, കുഫ്റാകട്ടെ, ഇനി നേരത്തെ നിഫാഖ് ഉള്ളിൽ ഒളിപ്പിച്ച് പുറത്ത് ഇസ്ലാം കാണിച്ച മുനാഫിഖാകട്ടെ, അവന് തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരിക തന്നെ ചെയ്യും. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നു, വമൻ ലഖിയഹു വഖദ് ഉഖീമ അലൈഹി ഹദ്ദു ദാലിക ദംബി ഫി ദുനിയ ഫഹുവ കഫാറത്തു. ആരെങ്കിലും ദുനിയാവിൽ ഒരു തിന്മ ചെയ്തു, എന്നിട്ട് ഒരു ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്താണ് അവനുള്ളത് എങ്കിൽ അവൻ ആ തിന്മക്കുള്ള ഹദ്ദ്, ഇസ്ലാമിക ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഹുവ കഫാറത്തു, അത് അവനുള്ള പ്രായശ്ചിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ രണ്ട് സ്ഥലത്ത് ശിക്ഷിക്കുകയില്ല. മോഷ്ടിച്ചവന്റെ കൈ ദുനിയാവിൽ വെച്ച് ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മോഷ്ടിക്കപ്പെട്ടവനുള്ള ശിക്ഷ പരലോകത്ത് അല്ലാഹു നൽകുകയില്ല. വ്യഭിചരിച്ചവനെ ദുനിയാവിൽ എറിഞ്ഞു കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള വിവാഹിതനല്ലെങ്കിൽ അതിനുള്ള അടി അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല ആഖിറത്തിൽ ആ ശിക്ഷ അവൻ നൽകുകയില്ല. അതവന്റെ പ്രായശ്ചിത്തമാണ്. ദുനിയാവിലുള്ള അവന്റെ ഹദ്ദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രായശ്ചിത്തമായി വെക്കുകയാണ്. കമാ ജാഅ ഫിൽ ഖബ്രി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അത് വളരെ വ്യക്തമായി വന്നതുപോലെ. മൂന്നാമത്തെ വിഭാഗം സഹോദരങ്ങളെ, വമൻ ലഖിയഹു മുസിറൻ ഗൈറ തായിബിൻ മിനദ് ദുനൂബ്, ഒരാൾ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അവൻ അതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല, തിന്മയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുമില്ല, അവൻ മരണപ്പെട്ടുപോയി. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രംഗത്ത് അവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന്റെ തിന്മ എങ്ങനെയുള്ളതാണ്. അല്ലതി ഖദ് ഇസ്തൗജബ ബിഹൽ ഉഖൂബ, അള്ളാഹു ശിക്ഷ നൽകുമെന്ന് പറഞ്ഞ തിന്മകളാണ്. വിചാരമാകട്ടെ, മോഷണമാകട്ടെ, അങ്ങനെയുള്ള ലഹരികളാകട്ടെ, അള്ളാഹു തആല കടുത്ത ശിക്ഷ പറഞ്ഞ തിന്മകൾ തന്നെയാണ്. അവനത് തൗബ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അവനതിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ ഫഅംറുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹുവിന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. ഇൻഷാ അസ്ദബ വ ഇൻഷാ ഗഫറ ലഹ്,
അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് ശിക്ഷിക്കും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് പുറത്തു കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, എന്താണ് ഈ വിഷയം? അള്ളാഹു സുബ്ഹാനഹു വ തആല മുവഹിദായ ഒരു വ്യക്തി, അവൻ തിന്മകളിലാണ് അവനുള്ളത് എങ്കിൽ, അവൻ തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ അള്ളാഹു തആല പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി, ശിർക്ക് ചെയ്യുന്ന അള്ളാഹു തആല പുറത്തു കൊടുക്കുകയില്ല. എപ്പോൾ? മരണപ്പെട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയാൽ. ദുനിയാവിൽ അള്ളാഹു പുറത്തു കൊടുക്കും, ശിർക്കിൽ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക്, അതിന് കീഴെയുള്ള എല്ലാം അള്ളാഹു തആല പുറത്തു കൊടുക്കും ലിമൻ യശ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. നമുക്കറിയുകയില്ല, നമ്മളൊരിക്കലും വഞ്ചിതരാകാൻ പാടില്ല. എനിക്ക് തൗഹീദ് ഉണ്ടല്ലോ, അള്ളാഹു പുറത്തു തരും, നമ്മളൊരിക്കലും വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുറിച്ച് ഒരുപക്ഷെ അങ്ങനെയുള്ള ചിന്ത അതൊരു നമ്മളെ കൂടുതൽ വഴികേടിലേക്ക് എത്തിക്കാൻ കാരണമാക്കിയേക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾ തിന്മ ചെയ്യുന്നവനായി തൗബ ചെയ്യാതെ അള്ളാഹു തആലയെ കണ്ടുമുട്ടിയാൽ ഫംറുഹു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യം. ഇൻഷാ അദബ വ ഇൻഷാ ഗഫറ ലഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും. നാലാമത്തെ വ്യക്തി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവൻ വമൻ ലഖിയഹു വഹുവ കാഫിറുൻ, കാഫിറായിട്ടാണ് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ, മുവഹിദല്ല, തൗഹീദില്ല, ശിർക്കിലും കുഫ്റിലുമാണെങ്കിൽ അസ്ദബഹു വലം യഗ്ഫിർ ലഹു, അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ്, അവനൊരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ഇതാണ് 4 വിഭാഗം സഹോദരങ്ങളെ. 4 വിഭാഗം എങ്ങനെയായിരിക്കും? ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഇക്കൂട്ടരെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹം പറയുന്നത് والرجم حق على من زنى وقد أحسن إذا اعترف أو قامت عليه بينة وقد رجم رسول الله صلى الله عليه وسلم وقد رجمت الأئمة الراشدون. الرجم എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. അത് ഹക്കാണ്, അത് ദീനിലുള്ള നിയമമാണ്. അലാമൻ, ആരെയാണ് എറിഞ്ഞു കൊല്ലുക? അലാമൻ സന വഖദ് അഹ്സൻ, കല്യാണ ശേഷം അഥവാ വിവാഹം ചെയ്തതിന് ശേഷം ഒരുവൻ വ്യഭിചരിക്കുകയാണെങ്കിൽ, അള്ളാഹു തആല വിവാഹം ചെയ്യാനുള്ള അവസരം അവന് നൽകി, ആ വിവാഹം ചെയ്ത ഭാര്യ അവനോടൊപ്പം ഉണ്ടായാലും ശരി, അതല്ല അവൻ ആ ഭാര്യയെ ഉപേക്ഷിച്ച് തലാഖ് ചെയ്തവനാണെങ്കിൽ ശരി, ഒരു തവണ അവൻ വിവാഹം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ അവൻ അതിനുശേഷം വ്യഭിചരിക്കുകയും ചെയ്താൽ വർറജ്ം, അവന്റെ മേൽ കല്ലേറുണ്ടാകുന്നതാണ്. കല്ലേർ അവന് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ എപ്പോൾ? ഇത് തറഫ്, അവൻ അംഗീകരിക്കണം, ഞാൻ വ്യഭിചരിച്ചു എന്ന് ഈ വ്യക്തി അംഗീകരിച്ചാൽ. അല്ലെങ്കിൽ ഔ ഖാമത്ത് അലൈഹി ബയ്യിന, അവന് മേൽ വ്യക്തമായ തെളിവ് വേണം. എപ്പോഴാണ് വ്യക്തമായ തെളിവുണ്ടാകുക? 4 സാക്ഷികൾ വ്യഭിചരിക്കുന്നത് നേർക്ക് നേരെ കാണേണ്ടതുണ്ട്. 3 പേർ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ആ 3 പേരും അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് 4ാമത്തെ ആളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. 4ാമത്തെ ആളെ കൊണ്ടുവരാൻ സാധിക്കാത്തിടത്തോളം കാലം ഇത് പരസ്യമാക്കാൻ പാടില്ല. ഇദ്ദേഹത്തെ വ്യഭിചാരം ആരോപിക്കാൻ ഈ 3 പേർക്ക് അനുവാദമില്ല. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, സ്ത്രീയാണെങ്കിൽ അവൾ ഗർഭം ധരിച്ചിട്ടുണ്ട്, ആ ഗർഭം അവൾ അംഗീകരിക്കുകയും ചെയ്തു, ഇത് വ്യഭിചാരത്തിലൂടെയാണ് എങ്കിൽ അതും മതിയായതാണ്. അങ്ങനെ വ്യക്തമായ തെളിവ് വന്നാൽ അവർക്ക് കല്ലേറ് ശിക്ഷ ഉണ്ട്. വഖദ് റജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കല്ലെറിഞ്ഞു കൊന്ന സംഭവം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഇസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 4 തവണ അദ്ദേഹം അംഗീകരിച്ചു, അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാമിദിയ എന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട്. അതുപോലെ യഹൂദിയായ ഒരു ആണിനെയും പെണ്ണിനെയും കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട്. ഇതെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വഖദ് റജമത്തിൽ അയിമ്മത്തുർ റാഷിദ്, അതുപോലെ തന്നെ മുൻഗാമികളായ ഇമാമുമാരും കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട്. എന്തിനാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇത് പറഞ്ഞിട്ടുള്ളത്? കാരണം ഇതിനെ നിഷേധിക്കുന്ന പുത്തൻ ആശയക്കാർ, ബിദ്അത്തിന്റെ ആളുകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അത്ഭുതപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നു. ഖുർആനിലെ ചില ആയത്തുകൾ അതിന് ഹുക്മ് ബാക്കി വെച്ചുകൊണ്ട് നസ്ഖ് ചെയ്ത സംഭവമുണ്ട്. നസ്ഖ് പല രൂപത്തിലാണ്. ആയത്ത് ഖുർആനിൽ നിന്നും അള്ളാഹു ഒഴിവാക്കിക്കൊണ്ട് ആ നിയമം ബാക്കി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണിത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ ഈ വിഷയത്തിൽ പിൽക്കാലത്ത് ചില ആളുകൾ വരികയും വ്യഭിചാരത്തിന് ചാട്ടാവാറടി മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലുക എന്നുള്ള നിയമമുണ്ട്. ഇങ്ങനെ അതിനെതിരായി സംസാരിക്കുന്നവർ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞവരുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടായിട്ടുണ്ട്, കേരളക്കരയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഖുർആനിൽ ഇല്ലാത്ത നിയമമാണ്, ദീനിലില്ലാത്ത നിയമമാണ്, അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല എന്ന് വാദിക്കുന്നവരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം അദ്ദേഹം പ്രത്യേകം എടുത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ബിദ്അത്തുകാർക്കുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത് പ്രത്യേകം എടുത്തു കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും.
അടുത്തത് സഹോദരങ്ങളെ, സഹാബത്തിനെ ആക്ഷേപിക്കുന്നവരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹം പറയുന്നു, വമൻ ഇൻതഖസ അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അബ്ഗളഹു ബിഹദസിൻ കാന മിൻഹു ഔ ദക്കറ മസാവിയഹു കാന മുബ്തദിഅൻ. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ, അവരിൽ ഒരാളെയെങ്കിലും അവരിൽ സംഭവിച്ചു പോയ എന്തെങ്കിലുമൊക്കെ ഒരു കുറവിന്റെ പേരിൽ, അവരിൽ സംഭവിച്ചു പോയ എന്തെങ്കിലുമൊക്കെ തെറ്റിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ കാന മുബ്തദിഅൻ, അവൻ ബിദ്അത്തുകാരനാണ്. ഹത്താ യതറഹമ അലൈഹിം ജമീഅൻ, അവൻ അവരിൽ എല്ലാവർക്കും അവൻ എന്ത് ചെയ്യണം? റഹ്മത്ത് ചൊരിയേണ്ടതുണ്ട്, അവരെല്ലാവരും അവൻ അംഗീകരിക്കേണ്ടതുണ്ട്. വയഖൂനു ഖൽബുഹു ലഹും സലീമ, അവരുടെ എല്ലാവരുടെയും വിഷയത്തിൽ അവന്റെ ഹൃദയം നേരെയാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികളെ ആക്ഷേപിക്കുന്നവർ സഹോദരങ്ങളെ, അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവരല്ല. നമുക്കറിയാം, സഹാബികളെ ശപിക്കുന്ന, പേര് കേട്ടാൽ ശപിക്കുന്നവരാണ് ഷിയാക്കളിലെ റാഫിളുകൾ. അതല്ലാത്ത ഷിയാക്കളും അവരിൽ ഡോസ് കൂടിയവരും കുറഞ്ഞവരുമുണ്ട്. ചിലർ സഹാബികളെ മുഴുവൻ കാഫിറാക്കുന്നെങ്കിൽ ചിലരെ കാഫിറാക്കുന്നു, ചിലരെ ഒഴിവാക്കുന്നു. ഷിയാക്കളുടെ പൊതു സ്വഭാവമാണ് സഹാബികളെ കാഫിറാക്കുക എന്നുള്ളത്. ഷിയാക്കൾ ബിദ്അത്തുകാരാണ് എന്ന് പറയാനുള്ള ഒരു കാരണം ഇതാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ചിലരും, അതായത് ഷിയാക്കളല്ലാത്ത ബാക്കിയുള്ള ആളുകൾ, അവരെല്ലാവരും സലഫികളല്ല, അതിൽപ്പെട്ട ഷിയാക്കളല്ലാത്ത ആളുകളും ഷിയാ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വരെ മോശം പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തെ ഭരണത്തെ ഇകഴ്ത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അത് ബിദ്അത്തുകാരുടെ ലക്ഷണമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഈ വിഷയത്തിൽ പറയുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയിലൊക്കെ പറഞ്ഞതുപോലെ, നമുക്ക് സ്വഹാബികളോടുള്ള വിഷയം സഹോദരങ്ങളെ, സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വഹാബികൾക്കിടയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇത് അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ അവരിൽ മുഴുവൻ പേരും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട വിഭാഗമാണ്. അവർക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ ഇജ്തിഹാദിയായ അവരുടെ ഗവേഷണത്തിൽ സംഭവിച്ച തെറ്റാണ്. അങ്ങനെ തെറ്റ് സംഭവിച്ചവർക്ക് ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവരിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ശരിയുള്ള ആളുകൾക്ക് 2 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇനി അവരെക്കുറിച്ച് വന്നിട്ടുള്ള പല കഥകളും സഹോദരങ്ങളെ ഭൂരിഭാഗവും കള്ളക്കഥകളാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വാറോലകൾ വായിച്ചുകൊണ്ട് ഒരിക്കലും സഹാബത്തിനെ ആക്ഷേപിക്കുന്ന, സഹാബത്തിനെ കുറിച്ച് മോശം വിചാരിക്കുന്ന അവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു ഭൂരിഭാഗം അവരെക്കുറിച്ച് കള്ള ആക്ഷേപങ്ങളാണ്, സഹാബികളെക്കുറിച്ച് ഇല്ലാത്ത കഥകളാണ്. ഇനി ചില കഥകൾ ഉള്ളതാണെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങളും ഇല്ലാത്തതായിരിക്കും, സംഭവമുള്ളതായിരിക്കും, പക്ഷെ ഇല്ലാത്ത പല മസാലകളും അതിൽ ചേർത്തിട്ടുണ്ടാകും. ഇതാണ് കാണുക. ഇനി സഹോദരങ്ങൾ, അവരിൽ സംഭവിച്ച കാര്യങ്ങളാകട്ടെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജ് ആ വിഷയത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് മുൻഗാമികൾ തൊട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മാർഗം. സഹാബികൾക്ക് ഒരു അബദ്ധം സംഭവിച്ചാൽ അതിനെക്കുറിച്ച് പരസ്യപ്പെടുത്താതെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അഹ്ലുൽ ബദറിൽപ്പെട്ട ബദരീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ബൈഅത്തു റിദ്വാനിൽ ബൈഅത്ത് ചെയ്ത മുഴുവൻ പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അത് പരീക്ഷണമായിരുന്നു. നേരത്തെ മനസ്സിലാക്കിയതുപോലെ അഹ്ലുസുന്നത്തിനെയും അഹ്ലുൽ ബിദ്അത്തിനെയും വേർതിരിക്കാനുള്ള പല പരീക്ഷണങ്ങളുമാണ് സ്വഹാബികൾക്ക് ഇടയിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബത്തിന് കുറ്റം പറയാൻ പാടില്ല. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബത്തിനെ കുറ്റം പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫവല്ലദി നഫ്സി ബിയദിഹി ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, അള്ളാഹു തന്നെ സത്യം, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ, സഹാബികൾ ഒരു മുദ്ദ് അവരൊരു കൈകൊണ്ട് കൊടുക്കുന്ന അത്ര അല്ലെങ്കിൽ അതിന്റെ പകുതി പോലും അതാവുകയില്ല. നിങ്ങളൊരു ഉഹുദ് മലയോളം സ്വർണം ചിലവഴിച്ചാൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹാബികളിൽ തന്നെ ചിലരോടാണ്. കാരണം സ്വഹാബികൾ കൂട്ടത്തിലെല്ലാം ഒരേ ദർജയിലല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മഹാനായ സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഖാലിദ് ബിൻ വലീദും റളിയല്ലാഹു അൻഹുമ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ, ചെറിയ അഭിപ്രായ വ്യത്യാസം പരസ്പരം വന്നപ്പോൾ ഇതിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽപ്പെട്ടതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെയുള്ള സാബിഖീങ്ങളിൽപ്പെട്ടവരാണ് എന്ന് പറയും. പിന്നീട് മക്കം ഫത്ഹിന് മുമ്പുള്ള ആളുകളാണ് മുത്തവസ്സിത്തൂൻ എന്ന് പറയുന്നത്.
ഖാലിദ് ബിൻ വലീദൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. പിന്നീട് അതിനുശേഷം വന്ന മക്കം ഫത്തിന് ശേഷം സ്വീകരിച്ച സ്വഹാബികളുണ്ട്. അപ്പോൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ച സഹാബികൾക്ക് ഇത്രയും ദറജയുണ്ട് എന്നാണ് ശേഷക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അവർ പോലും ഇത്ര ചെലവഴിച്ചാൽ ആദ്യക്കാരായ സഹാബികളുടെ അത്തരത്തിലേക്ക് വരികയില്ല എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നു, വന്നിഫാഖു ഹുവൽ കുഫ്ർ അൻ യക്ഫുറ ബില്ലാഹി വയഅ്ബുദ ഗൈറഹു. നിഫാഖ് എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അല്ലാഹുവിൽ അവിശ്വസിക്കുകയും അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അവർ. വയുദ്ഹിറ അൽ ഇസ്ലാമ ഫിൽ അലാനിയ, ഇസ്ലാം അവർ ബാഹ്യമായി കാണിക്കുകയും ചെയ്യും. മിസ്ലൽ മുനാഫിഖീൻ അല്ലദീന കാനു അലാ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിരുന്ന മുനാഫിക്കുകളെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ബിൻ സല പോലെയുള്ള ആളുകളൊക്കെ, സലൂലിനെ പോലെയുള്ള ആളുകളൊക്കെ അതിന്റെ നേതാക്കളായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നിഫാഖിനെ കുറിച്ച് അദ്ദേഹം നിഫാഖുൻ ഇഅ്തിഖാദിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിഫാഖ് രണ്ട് രൂപത്തിലുണ്ട്. വിശ്വാസപരമായ കാപട്യം നിഫാഖുൽ ഇഅ്തിഖാദി, രണ്ടാമത്തെ നിഫാഖുൽ അമലി ഉണ്ട്, പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന നിഫാഖ് ഉണ്ട്. അക്കൂട്ടർ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളല്ല, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ കാപട്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വൻ പാപത്തിൽപ്പെട്ട കാര്യമാണ്. ആ പ്രവർത്തനത്തെ നിഫാഖുണ്ട് എന്ന് പറഞ്ഞത് തന്നെ മതി അത് എത്ര മ്ലേച്ഛമാണെന്ന് അറിയിക്കാൻ. അതായത് സംസാരിച്ചാൽ കളവ് പറയുക, എപ്പോഴും കളവ്, തെറ്റിയാൽ തെമ്മാടിത്തരം പറയുക, അതുപോലെ തന്നെ വാഗ്ദാനം നൽകിയാൽ അത് ലംഘിക്കുക. ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ളവരാണെങ്കിൽ കാന മുനാഫിഖൻ ഖാലിസൻ എന്നാണ് അവനെ കുറിച്ച് പറഞ്ഞത്. അവൻ പച്ചയായ മുനാഫിഖാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എന്താണ് ഈ കാന മുനാഫിഖൻ ഖാലിസൻ, ഇതുപോലെയുള്ള നിഫാഖ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ഹദീസുകൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹോദരങ്ങളെ, അതൊരിക്കലും അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താണ് എന്ന് പറയുന്നില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൗലു സലാസുൻ മൻ കുന്ന ഫീഹി ഫഹു മുനാഫിഖ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള കാര്യമാണ്. 3 കാര്യം ഒരാളിൽ ഉണ്ടായാൽ അവൻ മുനാഫിഖാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നു ഹാദ അല തഗ്ലീദ്, ഇത് വളരെ കണിശമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നർവിഹ കമാ ജാഅത് വലാ നുഫസ്സിറുഹ, നമ്മളത് വന്ന പോലെ പറയും, നമ്മളത് വിശദീകരിക്കില്ല, കൂടുതൽ വിശദീകരിക്കുകയില്ല. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇത്തരത്തിലുള്ള താക്കീതുകൾ വന്നിട്ടുള്ള ഹദീസുകളുടെ വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ്. വലിയ ഗൗരവമുള്ള താക്കീതുകൾ വന്നാൽ അത് അതുപോലെ വിശദീകരിക്കുക എന്ന് മാത്രമാണ്. അതിൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഇത് ദീനിൽ നിന്നും പുറത്തു പോവുകയില്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ളതല്ല എന്ന രൂപത്തിൽ വിശദീകരിക്കാതെ അതിന് ഗൗരവം കുറഞ്ഞു പോകാത്ത രൂപത്തിൽ ആ കാര്യം പറയുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി. അതുകൊണ്ട് എന്താണോ അതിൽ പറഞ്ഞിട്ട് നരകമുണ്ട്, അവൻ മുനാഫിഖായി എന്ന് പറഞ്ഞാൽ അത് അതുപോലെ പറയുക. എന്നാൽ എപ്പോഴെങ്കിലും അത് വിശദീകരിക്കേണ്ട വിഷയം വന്നാൽ, ആളുകൾക്ക് ഇഷ്കാൽ വന്നാൽ, അയാൾ കാഫിറായി എന്നാണോ പറയുന്നത്, അയാൾ മുനാഫിഖാണെന്ന് പറഞ്ഞാൽ ദീന് പുറത്തുപോയി എന്നാണോ പറയുന്നത്, നരകത്തിന് അടിത്തട്ടിലുള്ള ആളാണോ എന്നാണോ പറയുന്നത്, അത്തരത്തിലുള്ള വല്ല ചർച്ചയും വന്നാൽ, സംസാരിക്കേണ്ട വിഷയം വന്നാൽ അതവിടേക്ക് നമ്മൾ കൃത്യമായി പറയും. അത് കുഫറായ ദീനിന്ന് പുറത്തു പോകുന്ന നിഫാഖല്ല, പ്രവർത്തനത്തിലുള്ള നിഫാഖാണെന്ന് പറയും. എന്നാൽ അതല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള ഹദീസുകൾ അതിന്റെ ഗൗരവം കുറഞ്ഞു പോകാതിരിക്കാൻ, ഗൗരവം ചോർന്നു പോകാതിരിക്കാൻ, ആളുകൾ അതൊരു നിസ്സാരമാണ് എന്ന് തോന്നാതിരിക്കാൻ അത് ആ രൂപത്തിൽ തന്നെ വിശദീകരിക്കണം എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ശേഷം അതുപോലെയുള്ള സമാനമായ ചില ഹദീസുകളും അദ്ദേഹം കൊടുക്കുന്നു. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തർജിഉ ബഅദി കുഫാറൻ ദുല്ലാലൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, എനിക്ക് ശേഷം പരസ്പരം കഴുത്ത് വെട്ടുന്ന അക്രമികളായി, കാഫിറുകളായി നിങ്ങൾ മാറാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകളൊക്കെ അങ്ങനെയാണ്. ഈ പറയുന്ന ആളുകളൊക്കെ നരകത്തിൽ ശാശ്വതരായി കിടക്കുന്ന കാഫിറുകളാണ് എന്ന് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുന്നില്ല. കാരണം അവർ പരസ്പരം കൊന്നാൽ വലിയ വൻ പാപമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് ഈ രൂപത്തിൽ ഇങ്ങനെ നിസാരമാക്കുന്ന രൂപത്തിൽ അത് വിശദീകരിക്കുകയില്ല. ഈ കാര്യം ഇങ്ങനെ തന്നെയാണ് പറയുക, പരസ്പരം വെട്ടുന്ന കാഫിറുകളാണ് എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ വമിസ്ലു ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമാ ഫൽഖാതിൽ വൽ മഖ്തൂലു ഫിന്നാർ, 2 മുസ്ലിമീങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും അവൻ നരകത്തിലാണ്. കാരണം കൊല്ലപ്പെട്ടവനും കൊന്നവനെ കൊല്ലുവാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് 2 കൂട്ടരും നരകത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൻ പാപമാണിത്, യാതൊരു സംശയവും വേണ്ടതില്ല. വൻ പാപമാണിത്, യാതൊരു സംശയവും വേണ്ടതില്ല. അത് അതുപോലെ തന്നെ പറയുകയാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, മുസ്ലിമിനെ ചീത്ത പറയുന്നത് തെമ്മാടിത്തരമാണ്. വഖിതാലുഹു കുഫ്റും, അവനെ കൊല്ലുക എന്നുള്ളത് കുഫ്റാണ്, സത്യനിഷേധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമിസ്ലു മൻ ഖാല ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഹാ അഹദുഹുമാ, 2 കൂട്ടരിൽ ഒരാൾ
മറ്റവനെ നീ കാഫിറാണ്, യാ കാഫിർ എന്ന് പറഞ്ഞാൽ ഫഖദ് ബാഅ ബിഹാ അഹദുഹും, രണ്ടിലൊരാൾ കാഫിറായി. ഒന്നുകിൽ സത്യമായിരിക്കും, അപ്പോൾ ആ മറ്റേയാൾ കാഫിറായി, അല്ലെങ്കിൽ കളവായിരിക്കും, വിളിച്ചവൻ തന്നെ കാഫിറായി. ഇതൊക്കെ ആ വിഷയത്തിൽപ്പെടുന്ന കാര്യമാണ്. അതോടുകൂടി അയാൾ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നല്ല, പക്ഷെ അതിന്റെ ഗൗരവം കൂടുതലായതുകൊണ്ട് ഇത് ഈ രൂപത്തിൽ മാത്രമേ പറയുകയുള്ളൂ. വമിസ്ലു കുഫ്റും ബില്ലാഹി തബ്റഉ മിനൻ നസബിൻ വഇൻ ദഖ, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നതിൽ പെട്ടതാണ് ഒരുവൻ തന്റെ വംശപരമ്പരയെ നിഷേധിക്കുക. അത് വിദൂരത്തുള്ളൊരു വംശപരമ്പരയാണെങ്കിലും ശരി, ഞാൻ ഇന്ന ബന്ധത്തിൽപ്പെട്ടതല്ല, ഞാൻ ഇന്നയാളെ മകനല്ല, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു തരം കുഫറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വനഹു ഹാദിഹിൽ അഹാദീസ് മിമ്മാ ഖദ് സഹ വഹുഫിൽ ഫഇന്നാ നുസല്ലിമു ലഹു, ഇതുപോലെയുള്ള സഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ നമ്മൾ അതിന് കീഴൊതുങ്ങുന്നു. വഇൻ ലം നഅലം തഫ്സീറഹ വലാ നതകല്ലമു ഫീ, അതിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ സംസാരിക്കുകയില്ല. വലാ നുജാദിൽ ഫീഹ, അതിൽ തർക്കിക്കുകയുമില്ല. വലാ നുഫസ്സിർ ഹാദിഹിൽ അഹാദീസ് ഇല്ലാ മിസ്ല മാ ജാഅത് ലാ നർദുഹ ഇല്ലാ ബിഅഹഖി മിൻഹാ, ഇതുപോലെയുള്ള ഹദീസുകൾ അതുപോലെയുള്ള മറ്റ് ഹദീസുകൾ കൊണ്ടല്ലാതെ, അതിനേക്കാളും വ്യക്തമായ ഹദീസുകൾ കൊണ്ടല്ലാതെ നമ്മൾ വിശദീകരിക്കുകയില്ല എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞതിന്റെ ചുരുക്കം സഹോദരങ്ങളെ, ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞത് കുഫ്റുൻ ദൂന കുഫ്റാണ്, ദീനിൽ നിന്ന് പുറത്തു പോകാത്ത കുഫറുകളാണ്. പക്ഷെ ഇത് ഗൗരവമുള്ള പാപങ്ങളാണ്, വളരെ ഗൗരവമുള്ള വൻ പാപങ്ങളാണ് ഇത്. അതുകൊണ്ട് ഇത് ഈ രൂപത്തിൽ മാത്രമാണ് നാം പറയുകയുള്ളൂ, കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, സ്വർഗവും നരകവും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഇതെന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്? കാരണം മുഅ്തസിലിയാക്കളും ഖദരിയാക്കളും ഒക്കെ ഇത് നിഷേധിച്ചിട്ടുണ്ട്. അതെല്ലാം അവരുടെ അക്കല് കൊണ്ട് നിഷേധിക്കുകയാണ്, ദീനിൽ തെളിവില്ലാത്തത് കൊണ്ടല്ല. അവരുടെ അക്കല് കൊണ്ട് അവർ പറഞ്ഞു സ്വർഗവും നരകവും നേരത്തെ പടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുക, എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നരകത്തിലെ ആളുകൾ പ്രവേശിക്കുക, പിന്നെന്തിനാണ് സ്വർഗവും നരകവും? അള്ളാഹു അങ്ങനെയുള്ള പ്രവൃത്തി, അബസായ വ്യഥായ പ്രവൃത്തി ചെയ്യുകയില്ല. അവരുടെ അക്കൽ, അവരുടെ ബുദ്ധി മാത്രം. എന്നാൽ തെളിവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് പറഞ്ഞത് ഉഇദ്ദത്തിൽ കാഫിരീൻ, അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. വളരെ കൃത്യമായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിൽ സ്വർഗം നേരിട്ട് കണ്ടതും അവിടെയുള്ള സ്വർഗീയ അനുഭൂതികൾ കണ്ടതും നമ്മെ അറിയിച്ചിട്ടുണ്ട്. നരകം നേരിട്ട് കണ്ടതും അവിടെയുള്ള ഭയാനകമായ ശിക്ഷകൾ കണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. തെളിവുകൾ അനവധിയാണ്, പക്ഷെ ഇവരുടെ യുക്തിയാണ്. ഈ യുക്തി കയറിയ ആളുകളുടെ സ്വഭാവമാണ്. എത്ര തെളിവുകൾ കിട്ടിയിട്ടും അത് കാര്യമില്ല, ആ തെളിവുകളെ നിഷേധിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ബുഖാരിയിലെ 60 ഹദീസ് നിഷേധിക്കും, മുസ്ലിമിലെ 150 ഹദീസ് നിഷേധിക്കും. ഇതായിരിക്കും അവരുടെ മാനദണ്ഡം. അതല്ല, തെളിവുകൾ അവർക്കൊരു വിഷയമേ അല്ല, അവരുടെ ബുദ്ധിയാണ് അവർക്ക് മാനദണ്ഡം, നിഷേധിച്ചു കളയും. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പ്രത്യേകം എടുത്തു കൊടുത്തത്. കമാ ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നതുപോലെ ദഖൽതുൽ ജന്നത ഫറഅയ്തു ഖസ്റ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവിടെയുള്ള മണിമാളിക ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. വറഅയ്തുൽ ഖൗസറ, കൗസർ ഞാൻ കണ്ടിട്ടുണ്ട്, ഹൗദുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. വത്തലഅതു ഫിൽ ജന്നതി ഫറഅയ്തു അക്സറ അഹ്ലിഹാ കദാ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, അതിലെ അധിക ആളുകളും ഇന്നവരായിരുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പൂർണ്ണമായ ഹദീസ് കൊടുത്തിട്ടില്ല, നമുക്ക് കാണാൻ സാധിക്കും അധിക ആളുകളും ദരിദ്രരായിരുന്നു എന്നാണ് ഹദീസിലുണ്ടായിരുന്നത്. വത്തലഅതു ഫിന്നാരി ഫറഅയ്തു കദാ വകദാ, ഞാൻ നരകത്തിൽ പ്രവേശിച്ചു, അതിൽ ഇന്നത് കണ്ടു, അതിലധിക ആളുകളും സ്ത്രീകളായിരുന്നു എന്നാണ് ഇമാം ഹദീസിൽ വന്നിട്ടുള്ളത്. ഫമൻ സഅമ അന്നഹുമാ ലം തുഖ്ലഖാ, ഇത് രണ്ടും പടക്കപ്പെട്ടിട്ടില്ല എന്നാരെങ്കിലും വാദിക്കുന്നെങ്കിൽ ഫഹുവ മുകദ്ദിബുൻ ബിൽ ഖുർആനി വ അഹാദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അഹ്സബുഹു യുഅ്മിനു ബിൽ ജന്നതി വന്നാർ, അവൻ ഖുർആനും സുന്നത്തിനെയും നിഷേധിക്കുന്നവനാണ്, കളവാക്കിയവനാണ്. അവനൊന്നും സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ സ്വർഗവും നരകവും ഉണ്ടെന്നും അത് അല്ലാഹു തആല നേരത്തെ പടച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന കാര്യമാണ് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ശേഷം അദ്ദേഹത്തിന്റെ റിസാലയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നു, വമൻ മാത മിൻ അഹ്ലിൽ ഖിബ്ലതി മുവഹിദ യുസല്ല അലൈഹി വയുസ്തഗ്ഫർ ലഹു വലാ യുഹ്ജബു അൻഹു അൽ-ഇസ്തിഗ്ഫാർ വലാ തുത്രകു അസ്-സലാത്തു അലൈഹി ലിദംബിൻ അദ്നബഹു സഗീറൻ കാന ഔ കബീറ അംറുഹു ഇലല്ലാഹി തആല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ, മുസ്ലിമായ മുവഹിദായ ഒരാൾ, അവൻ മരണപ്പെട്ടാൽ, അങ്ങനെയുള്ള മുവഹിദിനെയാണ് അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരാൾ
ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു വിശ്വാസി അവൻ മരണപ്പെട്ടു പോയാൽ യുസല്ല അലൈഹി, അവന്റെ മേൽ നിസ്കരിക്കുന്നതായിരിക്കും. ആരാണ് അഹ്ലുൽ ഖിബല എന്ന് പറയുന്നത്? മുവഹിദായിരിക്കണം, നിസ്കരിക്കുന്നവനായിരിക്കണം. നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല. അതുകൊണ്ട് തന്നെ നിസ്കരിക്കാത്തവന് നിസ്കാരമില്ല. നിസ്കരിക്കാത്തവൻ മരിച്ചാൽ അവന് നിസ്കാരമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹുക്കും അവന്റെ കാഫിറിന്റെ ഹുക്കുമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത് നടപ്പായിക്കൊള്ളുന്നില്ല. ഇസ്ലാമിക ഭരണകൂടമുണ്ട് എങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂടെ അവനെ മറമാടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നിസ്കാരമില്ലാത്തവന് ദീനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും മുവഹിദായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ യുസല്ല അലൈഹി, അവന്റെ മേൽ നിസ്കരിക്കണം, മയ്യത്ത് നിസ്കരിക്കണം. വയുസ്തഗ്ഫർ ലഹു, അവന് പാപമോചനം നമ്മൾ തേടണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു, നമ്മൾ പ്രാർത്ഥിക്കണം. വലാ യുഹ്ജബു അൻഹുൽ ഇസ്തിഗ്ഫാർ, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യപ്പെടുന്നത് തടയപ്പെടാൻ പാടില്ല. വലാ തുത്റഖു സ്വലാത്തു അലൈഹി, അവന്റെ മേലുള്ള ജനാസ നിസ്കാരം തടയപ്പെടാൻ പാടില്ല, ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. എന്തുകൊണ്ട്? ലിദംബിൻ അദ്നബഹു സഗീറൻ ഔ കബീറൻ, ഒരുപക്ഷെ അവൻ ദുനിയാവിൽ മോഷ്ടിക്കുന്നവനായിരിക്കാം, കള്ളനായി അറിയപ്പെട്ടവനായിരിക്കാം, വ്യഭിചാരിയായി അറിയപ്പെട്ടവനായിരിക്കാം, പല തിന്മകൾ കൊണ്ട് അറിയപ്പെട്ടവനായിരിക്കാം. പക്ഷേ നിസ്കാരമുള്ള മുവഹിദാണോ എങ്കിൽ അവന്റെ മേൽ നിസ്കരിക്കണം. അമ്രുഹു ഇലല്ലാഹ്, അവന്റെ കാര്യമൊക്കെ അല്ലാഹ് നോക്കും. സ്വർഗക്കാരനാണോ നരകക്കാരനാണോ അത് നമ്മൾ തീരുമാനിച്ച് അവന് നിസ്കരിക്കാതിരിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ സൂചിപ്പിച്ചൊരു കാര്യമാണ്, വലിയ തിന്മകൾ കൊണ്ട് അറിയപ്പെട്ട വലിയ ബിദ്അത്തുകൾ അല്ലെങ്കിൽ വലിയ വലിയ മഅസിയത്തുകൾ, ആത്മഹത്യ പോലെയുള്ള വളരെ കണിശമായി ഇസ്ലാം എതിർത്തിട്ടുള്ള മഅസിയത്തുകൾ ആണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ഹുലുൽ ഫദ്ലിൽപ്പെട്ട, നാട്ടിലെ ദീൻ കൂടുതൽ പാലിക്കുന്ന, പൊതുവെ ആളുകൾ ദീൻ പാലിക്കുന്ന ആളുകളാണ് എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാരും അതുപോലെയുള്ളവരും അത്തരത്തിലുള്ള നിസ്കാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ്. എന്നാൽ അവർക്ക് വേണ്ടി പാപമോചനം തേടുന്നത് ചെയ്യാതിരിക്കരുത്. അവർക്ക് വീട്ടിൽ വെച്ച് പാപമോചനം ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നിസ്കാരത്തിന് വിട്ടു നിൽക്കുന്നത്? ജനങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തെമ്മാടിയായിട്ടാണ് ജീവിച്ചതെങ്കിൽ കാര്യപ്പെട്ട ദീനുള്ള ആൾക്കാരോട് നിസ്കാരമൊന്നും എനിക്ക് കിട്ടൂല, ആരും ഉണ്ടാവൂല എന്നവർക്ക് തോന്നണം. അല്ലെങ്കിൽ നാട്ടിലുള്ള ഖത്തീബും നാട്ടിലുള്ള ഇമാമും അവിടെയുള്ള നല്ല ദീനനുസരിച്ച് നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരത്തിൽ തെമ്മാടികളുടെ നിസ്കാരത്തിന് പോയാലോ ബാക്കിയുള്ള തെമ്മാടികളും വിചാരിക്കും നമ്മൾ നിസ്കരിച്ച് എല്ലാവരും വരും, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണെന്ന് അവർക്ക് തോന്നിയേക്കും. അതുകൊണ്ട് അത് താക്കീത് ചെയ്യപ്പെടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? അതിൽ നിന്ന് മാറി നിൽക്കാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില സന്ദർഭങ്ങളിൽ മാറി നിന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വ്യഭിചാരിണി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ മാറി നിന്നിട്ടുണ്ട്, പിന്നീട് നിസ്കരിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ നിസ്കാരം അനുവദനീയമാണ്, അത് ഹറാമായത് കൊണ്ടല്ല, മറിച്ച് അത് മാറി നിൽക്കുന്നത് ചില ഹിക്മത്തുകൾ കൊണ്ടാണ്. അതുപോലെ കടബാധ്യതയുള്ള ആളുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മാറി നിന്നിട്ടുണ്ട്. സഹാബികൾ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. നിസ്കരിക്കാൻ പാടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയില്ല, പക്ഷെ അവിടുന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഗൗരവമുള്ള കാര്യമാണ്, തിന്മകൾ എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഇത്തരത്തിൽ അതല്ലാത്ത ഏതൊരു മുസ്ലിമായ ഒരാൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നാലും അയാൾക്ക് വേണ്ടി നമുക്ക് മയ്യത്ത് നിസ്കരിക്കാം, ഇസ്തിഗ്ഫാർ തേടാം, ഒക്കെ ചെയ്യാം. ചിലപ്പോൾ അയാൾ മുനാഫിക്കായിരിക്കും, നമുക്കറിയില്ല, നമുക്കത് അറിയുകയില്ല. നമുക്ക് അയാളുടെ ബാഹ്യമായിട്ട് മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ബാഹ്യമായിട്ട് ഇസ്ലാമിനെതിരായ പ്രവർത്തനങ്ങളൊന്നും, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന പ്രവർത്തനങ്ങളൊന്നും, നവാഖിദുൽ ഇസ്ലാമിൽപ്പെട്ട ഒന്നും അയാൾ ചെയ്തിട്ടില്ല, നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ബാധ്യത അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക, അയാളെ മുസ്ലിമീങ്ങളുടെ മക്ബറയിൽ മറമാടുക. ഇതൊക്കെ നമ്മൾ അതുപോലെ തന്നെ സാധാരണ മുസ്ലിമീങ്ങളോട് ചെയ്യേണ്ട മുആമലാത്തുകൾ, ഇടപാടുകൾ അയാളോട് ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം അവസാനമായി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതിൽ പറഞ്ഞ എല്ലാ അടിസ്ഥാനങ്ങളും ഇത് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും ഒക്കെ പഠിക്കേണ്ട കാര്യമാണ്. ഈ ബിദ്അത്തുകൾ, മുൻകാലത്തുള്ള ഈ ബിദ്അത്തുകൾ ഇന്നും അത് അവശേഷിച്ചിട്ടില്ല. ഖവാരിജുകൾ ആ പേരിലായിരിക്കുകയില്ല, മറ്റു പേരിലായിരിക്കും വരിക. മുഅ്തസിലിയാക്കൾ ആ പേരിലായിരിക്കുകയില്ല, മറ്റു പേരിലായിരിക്കും എന്ന് വരിക. എന്നാൽ ഈ അടിസ്ഥാനങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്ന, ബിദ്അത്തുകളോടുള്ള നിലപാടുകൾ പഠിച്ചു മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായ സലഫിയത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, സഹാബികളുടെ മൻഹജ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിൽ പറഞ്ഞ ഓരോ വിശ്വാസവും സനദ് സഹിതം
സലഫുകളുടെ വിശ്വാസമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഇമാം അഹ്മദിന്റെ അഭിപ്രായമല്ല. ഇതിൽ പറയുന്ന ഓരോ കാര്യവും അത് സ്വഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, താബിഈങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയിമ്മത്തുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിലുള്ള വ്യത്യസ്ത ബിദ്അഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, ആശയക്കാരെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് കിട്ടുന്നതാണ്. യാതൊരു കക്ഷിത്വമില്ലാതെ നമ്മളിത് കൃത്യമായി പഠിച്ചാൽ സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ആരൊക്കെയാണ് ബിദ്അത്തിന്റെ ആളുകൾ? ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ ബിദ്അത്തിന്റെ ആളുകളാണ്. അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പെട്ടവരല്ല എന്ന് കൃത്യമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഖായിദകൾ മനസ്സിലാക്കുമ്പോഴാണ്. കാരണം അവർ കൃത്യമായ ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടാൻ പറയുന്ന, അതുപോലെയുള്ള പല വിഷയങ്ങളിൽ മുഅ്തസിലി ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന, ഹദീസുകൾ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വിഭാഗമാണ്. ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളെയും സഹോദരങ്ങൾ ഈ അടിസ്ഥാനങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ സംഘടനാ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ചേരിതിരിഞ്ഞുകൊണ്ട് മറ്റേയാൾ ബാത്തിലും ഞങ്ങളുടെ കൂടെയുള്ള ഹക്കും, അങ്ങനെയല്ല കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇത്തരത്തിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കിതാബുകൾ, മുൻഗാമികൾ എഴുതി വെച്ചിട്ടുള്ള കിതാബുകൾ കൃത്യമായി വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിൽ ആരുടെ അടുക്കലാണ് ഹക്ക് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, നമ്മൾ എത്രയോ ഭാഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹദീസുകളെ തള്ളുന്ന ആളുകൾക്കെതിരെ കൃത്യമായി ഇമാം അഹ്മദ് റഹിമഹുല്ല പല സ്ഥലങ്ങളിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ ഹദീസ് നിഷേധികളെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു പിളർപ്പിന്റെ ആവശ്യമില്ല. പിളർക്കുമ്പോഴല്ല മറ്റവൻ ഹദീസ് നിഷേധിയും ഞാൻ ശരിയായ ആളുമാകുന്നത്. അതിനു മുമ്പും അവൻ ഹദീസ് നിഷേധിയാണ്. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്? ഈ കിതാബുകളൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, ഇത് പഠിച്ചിട്ടില്ല. പിളരുമ്പോഴാണ് അവനെതിരെ ചാർജ് ഷീറ്റ്, അവൻ ഇന്ന് ഹദീസ് നിഷേധിയാണ്, ബുഖാരിയിൽ ഹദീസ് നിഷേധിച്ചു. അതിന് മുമ്പ് അവൻ ഹദീസ് നിഷേധിയായിരുന്നു, അന്ന് ഹദീസ് നിഷേധിച്ചതല്ല. അപ്പോഴെന്താണ് പറയാതിരുന്നത്? അപ്പോഴെന്താണ് അവൻ ഹദീസ് നിഷേധി ആകാതിരുന്നത്? കാരണം ഇത് പഠിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ അത് മനസ്സിലാക്കുക. ഹദീസ് നിഷേധിക്കുന്ന, വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ബുഖാരിയിലുള്ളതാകട്ടെ മുസ്ലിമിലുള്ളതാകട്ടെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് മടവൂർ വിഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗമാണല്ലോ മടവൂർ വിഭാഗം എന്നറിയപ്പെടുന്ന. വ്യക്തമായി ഹദീസുകളെ പരിഹസിക്കുകയും അതിലുള്ള ബുഖാരിയിലുള്ള 60ഓളം ഹദീസുകൾ അവിടെ പണ്ഡിതന്മാർ നിഷേധിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഹദീസുകൾ അവർ നിഷേധിച്ചിട്ടുണ്ട്. ഇവർ ബിദ്അത്തിന്റെ ആളുകളാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പെട്ടവരല്ല എന്ന് വ്യക്തമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചാൽ. ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ ആരും എഴുതി വെച്ചിട്ടുള്ളതല്ല, മറിച്ച് ഇവരെല്ലാവരും അംഗീകരിക്കുന്ന അയിമ്മത്തുകളിൽപ്പെട്ട ഇമാമുമാരിൽപ്പെട്ട ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഗ്രന്ഥമാണത്. അദ്ദേഹം സലഫുകളുടെ അഖീദയായി, വിശ്വാസമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണത്. ഇതുപോലെയുള്ള ഏതൊരു വിഭാഗത്തിനെ കുറിച്ചും സഹോദരങ്ങൾ, ബിദ്അഈ കക്ഷികളെക്കുറിച്ച്, വ്യതിയാന കക്ഷികളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളുടെ വിശ്വാസത്തിൽ ജീവിക്കാനും അതിൽ മരിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി മരണം വരെ തൗഹീദിലായി ജീവിക്കാനും മരിക്കാനും അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു